ഇയർ ഫാർമക്കോളജി റെസിഡന്റ് ആണ്. ഞാൻ ഓഡിബിൾ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് Yes. ചെയ്യാം. Yes. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? Yes. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ആന്റി ആൻജൈനൽ ഡ്രഗ്സ്. നമ്മളിപ്പോ കവർ ചെയ്ത ടോപ്പിക്സ്, നമ്മളിപ്പോ ഡയബറ്റീസ് കവർ ചെയ്തു, ഹൈപ്പർ ടെൻഷൻ കവർ ചെയ്തു, ആന്റി ക്യാൻസർ കവർ ചെയ്തു, പിന്നെ ഇത് കൂടാതെ തന്നെ കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സ് എല്ലാ ക്ലാസ്സിലും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലെപ്പോഴും പറയുന്നുണ്ട്, ഇപ്പൊ ഡയബറ്റീസ് പഠിക്കുവാണെങ്കിലും അതിന്റെ ഇടയിലും ഹൈപ്പർ ടെൻഷൻ പഠിക്കുവാണെങ്കിലും ആ ക്ലാസ്സസിന്റെ ഇടയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും എല്ലാം നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാക്കുന്നു, അല്ലെ? അപ്പൊ ഈ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഹാർട്ടിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വെയിൻസ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്, അല്ലെ? ഇതിപ്പോ ബ്ലൂ കളറിൽ വരയ്ക്കുന്ന വെയിൻസ് ആണ്, നമുക്ക് പോകുന്ന ആർട്ടറീസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഹാർട്ടിന്റെ ഉള്ളിൽ തന്നെ ഹാർട്ടിന് കുറച്ച് കുറച്ച് ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന വെസൽസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് വിളിക്കുക, കൊറോണറി ആർട്ടറീസ്. അപ്പൊ ഈ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും കൊളസ്ട്രോളും ഒക്കെ കാരണം നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ കൊറോണറി ആർട്ടറി, ഇപ്പൊ കൊറോണറി ആർട്ടറി എടുക്കുകയാണെങ്കിൽ ഈ കൊറോണറി ആർട്ടറി ആണ്, ഇത് നമ്മുടെ ഹാർട്ടിന്റെ മസിലാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഹാർട്ടിന്റെ മസിലാണെങ്കിൽ ഹാർട്ടിന്റെ മസിലിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസലാണ് കൊറോണറി ആർട്ടറി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബ്ലോക്ക് വരാന്ന് വെക്കുക, ഈ കൊളസ്ട്രോള് ഡെപ്പോസിഷൻ വന്നിട്ടും ഷുഗർ കാരണവും ഹൈപ്പർ ടെൻഷൻ കാരണം ഈ ബ്ലഡ് വെസൽ തിക്കാവും, ഇതിന്റെ കട്ടി കൂടും. എന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് വരുവാണെങ്കിൽ ഇതിനാണ് നമ്മൾ വിളിക്കുക കൊറോണറി ആർട്ടറി ഡിസീസ്, കൊറോണറി ആർട്ടറി ഡിസീസ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് അതെറോസ്ക്ലിറോസിസ്, അല്ല അതെറോസ്ക്ലിറോസിസ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇത് ബ്ലോക്ക് ഇങ്ങനെ കൂടി കൂടി വന്നിട്ട് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മസിലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കിട്ടില്ല, ബ്ലഡ് കിട്ടാണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ഈ മസിൽ ഡെഡ് ആയി പോകും. മസിൽ എപ്പോഴാണോ ഡെഡ് ആവുന്നത് അപ്പോഴാണ് നമ്മൾ അതിനെ ഇൻഫാർക്ഷൻ വിളിക്കുക. അതിനെയാണ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. ഇൻഫാർക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽ ഇല്ല, ആ മസിൽ ഡെഡ് ആയി. ഓക്കെ. അപ്പൊ ഇതിനെയാണ് MI എന്ന് വിളിക്കുക, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. വേറൊരു സംഭവമുണ്ട്, ഇഷ്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്കീമിയയും ഇൻഫാർക്ഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് പഠിക്കണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആദ്യം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ ബ്ലഡ് ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കും. പക്ഷെ ബ്ലഡ് കുറയുമ്പോൾ, അതായത് ബ്ലഡ് സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ഇഷ്കീമിയ ഉണ്ടാവുക. ഇൻഫാർക്ഷൻ എപ്പോഴും ഉണ്ടാവുക? നമുക്ക് ഫുൾ കംപ്ലീറ്റ് ബ്ലോക്കിംഗ് ഓഫ് ബ്ലഡ് സപ്ലൈ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫാർക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഇഷ്കീമിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, അല്ലെ? ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. അപ്പൊ ഈ ചെസ്റ്റ് പെയിനെയാണ് നമ്മൾ ആൻജൈന എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇൻഫാർക്ഷൻ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? മയോകാർഡിയൽ ഇൻഫാർക്ഷൻ അഥവാ MI ഉണ്ടാവും. MI ഉണ്ടായി കഴിഞ്ഞാൽ കാർഡിയാക് മസിൽ ഡെഡ് ആവും. കാർഡിയാക് മസിൽ ഡെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, നമുക്ക് എന്തൊക്കെയുണ്ട്? ഏട്രിയന്റ് വെൻട്രിക്കിൾ 4 ചേമ്പേഴ്സ് ഉണ്ടല്ലോ. ഈ ചേമ്പറിലേക്കുള്ള ഈ മസിൽ ഡെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചേമ്പറിന് കൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ചേമ്പർ കൺട്രാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബ്ലഡ് പുറത്തേക്ക് പോവില്ല. ബ്ലഡ് പുറത്തേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്കും ബ്ലഡ് കിട്ടില്ല. അങ്ങനെ പേഷ്യന്റ് ഡെഡ് ആയി പോകും. ഞാൻ ഒന്നുകൂടി പറയാം, ഇഷ്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫാർക്ഷന്റെയും വ്യത്യാസം പഠിക്കണമെങ്കിൽ, ഇഷ്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് വെസൽ, അതായത് ഇത് കൊറോണറി ആർട്ടറീസ് അല്ലേ? കൊറോണറി ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ്. കൊറോണറി ആർട്ടറീസിൽ കുറച്ച് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറേയൊക്കെ ബ്ലഡ് ഉള്ളിൽ കൂടെ പോകും. പക്ഷെ ഹാർട്ടിന് ആവശ്യമുള്ള അത്ര ബ്ലഡ് കിട്ടുന്നില്ല. അപ്പൊ
അത് കാരണം ഹാർട്ടിന് ആവശ്യമുള്ളത്ര ബ്ലഡ് കിട്ടാണ്ടാവുന്നതാണ് നമുക്ക് ചെസ്റ്റ് പെയിൻ വരുന്നത്. അതിനെയാണ് നമ്മൾ ആൻജൈന എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇൻഫാർക്ഷൻ വന്നാൽ എന്തുണ്ടാവും? ഇൻഫാർക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ബ്ലഡ് സപ്ലൈ കൂടെ കട്ടായി പോകും. അപ്പോൾ നമുക്ക് ഹാർട്ടിന്റെ മസിലിന് ഡാമേജ് വരും. മസിലിലേക്കുള്ള ബ്ലഡ് കിട്ടാണ്ടാവുമ്പോൾ മസിൽ ഡാമേജ് ചെയ്തു. അതിനെയാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ വരുന്നത്. മയോകാർഡിയൽ ഇൻഫെക്ഷൻ വന്ന ഭയങ്കര സീരിയസ് കണ്ടീഷനാണ്. കാരണം മസിൽ കൺട്രാക്ട് ചെയ്തില്ലെങ്കിൽ ബ്ലഡ് പുറത്തേക്ക് പോവില്ല. ബ്ലഡ് പുറത്തേക്ക് പോയില്ലെങ്കിൽ എല്ലാ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് കിട്ടില്ല, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് കിട്ടില്ല, പേഷ്യന്റ് ഡെഡ് ആയി പോകും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ഇസ്കീമിയ ഇൻഫാർക്ഷൻ തമ്മിലുള്ള വ്യത്യാസം? യെസ് സർ. ഉറപ്പല്ലേ? ഒന്ന് പറയാവോ? ജസ്റ്റ് ഒന്ന് പറയാവോ? Yes, sir. ഇസ്കീമിയയിൽ എന്താ ഉണ്ടാവുന്നത്? ഇൻഫാർക്ഷനിൽ എന്താണ് ഉണ്ടാവുന്നത്? ഇസ്കീമിയയില് ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ആയിരിക്കും. ഉം. അപ്പോ ചെസ്റ്റ് പെയിൻ ആവും. അതിന് ആൻജൈന. എന്ന് വിളിക്കും. ഇൻഫാർക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഫാക്ഷനില് Cardiac കംപ്ലീറ്റ് muscle മസിൽ full- ഡാമേജ് ആവും. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ഒരു പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ട് നമ്മൾ എമർജൻസിയിൽ വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യാറുള്ളത്? എമർജൻസിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ചെസ്റ്റ് പെയിൻ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഓക്കെ നമ്മൾ echo, ECG ചെയ്യും. ECG, ഓക്കെ. ബ്ലഡ് echo, ഷുഗർ, cardiac enzymes. കാർഡിയക് എൻസൈംസ്. Beyond. കാർഡിയക് എൻസൈംസ്. ഓക്കെ, കാർഡിയക് എൻസൈംസ് ഇതാണ് നമ്മൾ ആദ്യം പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ചെയ്യുക. എക്കോ നമ്മൾ ആദ്യം ചെയ്യില്ല. പേഷ്യന്റ് ഇതിലെന്തെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ആണെങ്കിൽ മാത്രമാണ് പിന്നെ എക്കോയിലേക്ക് കടക്കുകയുള്ളൂ. ഓക്കെ, പിന്നെയാണ് എക്കോയിലേക്ക് കടക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ECG, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആയ കാർഡിയക് എൻസൈംസ്. ഈ കാർഡിയക് എൻസൈംസിൽ നമുക്ക് കുറെ സംഭവങ്ങളുണ്ട്. ട്രോപ്പ് ഐ, ട്രോപ്പ് ടി ഒക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഒരു പേഷ്യന്റ് ചെസ്റ്റ് ഇഷ്കീമിയ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ചെസ്റ്റ് പെയിൻ മാത്രമേ ഉള്ളൂ, അതായത് ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ടുള്ളൂ. ECG എന്തായിരിക്കും ഇങ്ങനത്തെ പേഷ്യന്റിന്? ഈ ഒരു പേഷ്യന്റ് ഇഷ്കീമിയ പേഷ്യൻസിന് നമ്മൾ ECG എടുക്കുകയാണെങ്കിൽ ECG നോർമൽ ആയിരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം ഇതൊരു ജസ്റ്റ് ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് മാത്രമേ ഉള്ളൂ, ബ്ലോക്ക് അത്ര സിവിയർ അല്ല. പക്ഷെ ഇൻഫാർക്ഷൻ വന്ന പേഷ്യന്റ് ECG എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ST എലവേഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണാൻ പറ്റും. ST എലവേഷൻ വരുന്ന MI നെ വിളിക്കുന്നതാണ് ST എലവേഷൻ MI സ്റ്റെമി. ST എലവേഷൻ അല്ല ST ഡിപ്രഷനോ അങ്ങനെ വേറെ കുറച്ച് ചേഞ്ചസ് ആണ് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എൻ സ്റ്റെമി. മനസ്സിലായോ? അപ്പൊ ഇൻഫാർക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ST എലവേഷനോ ST ഡിപ്രഷനോ അതല്ലെങ്കിൽ ഇഷ്കീമിയയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ആവും. ഈ കാർഡിയക് എൻസൈംസ് ഞാൻ എപ്പോഴാണ് റിലീസ് ചെയ്യണമെന്ന് പറയാം. നമ്മുടെ മസിലിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഡ് ആയിട്ടുള്ള മസിൽ റിലീസ് ചെയ്യുന്ന സാധനമാണ് ട്രോപ്പ് ഐയും ട്രോപ്പ് ടിയും. അപ്പോ ഇഷ്കീമിയ ഉള്ള പേഷ്യന്റിന് കാർഡിയക് എൻസൈംസ് പോസിറ്റീവ് ആയിരിക്കും? ഇല്ല, ഇല്ല, നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഇൻഫാർക്ഷൻ വന്ന പേഷ്യൻസിനോ പോസിറ്റീവ് ആയിരിക്കും, മസിൽ ഡാമേജ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു അല്ലെ? ഇത്രയും പഠിച്ചു. അപ്പൊ നമ്മൾ ഇഷ്കീമിയും ഇൻഫാർക്ഷൻ നമ്മൾ എപ്പോഴും തെറ്റി ഉപയോഗിക്കാറുള്ള ഒരു ടേമാണ്. ഇഷ്കീമിയ എന്താണ്, ആൻജൈന, ഇൻഫാർക്ഷൻ എന്താണ്, ഇത് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻജൈന പഠിക്കാനും MIയുടെ ട്രീറ്റ്മെന്റ് പഠിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ആൻജൈന എന്ന് പറഞ്ഞാൽ കുറെ ടൈപ്പിലുണ്ട്. അപ്പൊ ആൻജൈന എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ചെസ്റ്റ് പെയിൻ അല്ലേ? അല്ലേ? ഓക്കെ, ചെസ്റ്റ് പെയിൻ. നമുക്ക് എന്തൊക്കെ ടൈപ്പിലുള്ള ചെസ്റ്റ് പെയിൻ ഉണ്ട് നമുക്ക് നോക്കാം. Stable അപ്പൊ angina. ആദ്യം വെരി ഗുഡ്, സ്റ്റേബിൾ ആൻജൈന എന്ന സംഭവമുണ്ട്. Unstable angina. പ്രിൻസ് മെറ്റൽ എന്ന് പറഞ്ഞൊരു ആൻജൈനയുണ്ട്. അൺസ്റ്റേബിൾ ആൻജൈനയുണ്ട്. ഉണ്ട്. പിന്നെയും ചെസ്റ്റ് പെയിന്റെ ഒരു ഭാഗം തന്നെയാണ് MI അല്ലെ? MIയും ചെസ്റ്റ് പെയിൻ ആയിട്ടല്ലേ വരാം? MIയിൽ രണ്ട് ടൈപ്പ് MI ഉണ്ട്. എന്തൊക്കെയാണ്? നോൺ ST എലവേഷൻ MI, പിന്നെ വരുന്നതാണ് ST എലവേഷൻ MI അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും വ്യത്യാസം പഠിക്കാം. സ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ആള് നടക്കുമ്പോഴോ ഓടുമ്പോഴോ എന്തെങ്കിലും എക്സർഷൻ ചെയ്യുമ്പോഴാണ് ആൾക്ക് പെയിൻ വരുന്നത്, ചെസ്റ്റ് പെയിൻ വരുന്നത്, ചെസ്റ്റിൽ പെയിൻ വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ആൻജൈന എന്ന് വിളിക്കുക. ഓൺ എക്സർഷൻ ചെയ്യുമ്പോഴാണ് പെയിൻ വരുന്നത്, അതിനെയാണ് സ്റ്റേബിൾ ആൻജൈന എന്ന് വിളിക്കുക. അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് വെറുതെ ഇരിക്കുമ്പോഴും പേഷ്യന്റ് റെസ്റ്റിംഗിൽ ഇരിക്കുമ്പോഴും പെയിൻ വരുന്നു, റെസ്റ്റിംഗ് പെയിൻ വരുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ അൺസ്റ്റേബിൾ ആൻജൈന എന്ന് വിളിക്കുക. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഓൺ എക്സർഷനിൽ പെയിൻ വരികയാണെങ്കിൽ സ്റ്റേബിൾ ആൻജൈന അത്ര സിവിയർ അല്ല അല്ലെ? നോട്ട് സിവിയർ, ഒരു സിവിയർ എമർജൻസി കണ്ടീഷൻ അല്ല.
പക്ഷെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴും ചെസ്റ്റ് പെയിൻ വരികയാണെങ്കിൽ അത് ഒരു എമർജൻസി അല്ലേ? അതെ. അപ്പോൾ ഈ അൺസ്റ്റേബിൾ ആൻജൈന ഒരു എമർജൻസിയാണ്. ഈ MI വരുന്ന പേഷ്യന്റ് എപ്പോഴും എന്താണ് ലെഫ്റ്റ് സൈഡഡ് ചെസ്റ്റ് പെയിൻ, നമ്മുടെ ലെഫ്റ്റ് ആംസിലേക്ക് പെയിൻ, കഴുത്തിലേക്ക് പെയിൻ, ബാക്കിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ ആയിട്ടാണ് വരുന്നത്. എൻസ്റ്റെമിയിലും സ്റ്റെമിയിലും. അപ്പൊ ഇത് രണ്ടും എമർജൻസി അല്ലേ? ഇതും എമർജൻസി അല്ലേ? MIയും എമർജൻസിയാണ്. ഈ എമർജൻസി സിറ്റുവേഷൻ എല്ലാത്തിനും കൂടി നമ്മളൊരു പേര് വിളിക്കും. അതിനെയാണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. അക്യൂട്ട് കൊറോണറി. ആൾക്കാർ എപ്പോഴും തെറ്റുന്നൊരു സംഭവമാണ്. അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും സ്റ്റെമിയും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല, അൺസ്റ്റേബിൾ ആൻജൈനയും അക്യൂട്ട് കൊറോണറി സിൻഡ്രോമിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം മനസ്സിലായോ? ഓക്കെ, അപ്പൊ സ്റ്റേബിൾ ആൻജൈന മനസ്സിലായി, സിവിയർ അല്ല. നമുക്ക് വെറുതെ പേഷ്യന്റ് എക്സേർട്ട് ചെയ്യുമ്പോൾ, ഓടുമ്പോൾ, നടക്കുമ്പോൾ, ചാടുമ്പോൾ അങ്ങനെയൊക്കെയാണ് പെയിൻ വരുന്നത്. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോഴും പെയിൻ വരും. പിന്നെ MI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. പേഷ്യന്റ് ലെഫ്റ്റ് സൈഡ് ചെസ്റ്റ് പെയിനും റേഡിയേറ്റിംഗ് പെയിനും ഒക്കെ ആയിട്ടാണ് വരിക. ഇനി നമുക്കൊരു സംഭവമുണ്ട്, പ്രിൻസ് മെറ്റൽ ആൻജൈന. ഇതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊറോണറി ആർട്ടറീസ് ചില സമയത്ത് ചില പേഷ്യൻസിൽ, അതായത് ഈ ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് വെസൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, സ്പാസം വരും. എന്തുവരും? നമ്മുടെ കൊറോണറി ആർട്ടറിയില് സ്പാസം വരും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ സ്പാസം വരുന്ന കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ പെട്ടെന്ന് കട്ടായി പോകും. അപ്പൊ ഇതിനെ വിളിക്കുന്നതാണ് വാസോസ്പാസ്റ്റിക് ആൻജൈന അഥവാ പ്രിൻസ് മെറ്റൽ ആൻജൈന. ഇത് എങ്ങനെയുള്ള പേഷ്യൻസിലാണ് നമ്മൾ കൂടുതലും കാണാറില്ല? സ്മോക്കേഴ്സ്. പിന്നെ അല്ലെങ്കിൽ മൈഗ്രെയിൻ ഒരു മരുന്ന് കൊടുക്കും, സുമാട്രിപ്റ്റൻ എന്ന് പറഞ്ഞിട്ട്. ഈ മരുന്ന് എടുക്കുമ്പോൾ എന്തുണ്ടാവും? ബ്ലഡ് വെസൽ കൺസ്ട്രിക്ട് ചെയ്യും, കൊറോണറി വെസൽസും പെട്ടെന്ന് അടഞ്ഞു പോകും. അപ്പൊ ഈ ഒരു മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും ഇത് കണ്ടുവരാറുണ്ട്. പിന്നെ കുറച്ച് ഇതല്ലാതെ കുറച്ചും കൂടി കേസസ് ഉണ്ട് ഈ വാസോസ്പാസ്റ്റിക് ആൻജൈന വരാനായിട്ട്. മനസ്സിലായി? കൂടുതലും സ്മോക്കേഴ്സിലാണ് കണ്ടുവരുന്നത്. അപ്പൊ ആൻജൈന ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പറയാമോ? Stable angina, Unstable angina, Unstable Metal, unstable, and MI. myocardial infarction. അക്യൂട്ട് കൊറോണറി സിൻഡ്രോമിൽ എന്തൊക്കെയാണ് ഉള്ളത്? Unstable Unstable angina, angina and MI. MI. ഞാൻ ഇതിൽ ചോദിക്കട്ടെ, ഇതിലിപ്പോ നമ്മളിപ്പോ ഈ അക്യൂട്ട് കൊറോണറി സിൻഡ്രോമിൽ ECG എടുത്തു, അതായത് അൺസ്റ്റേബിൾ ആൻജൈന വന്ന പേഷ്യന്റിന് ECG എടുത്തു. ECGയിൽ എന്തെങ്കിലും കാണിക്കുമോ? ഇല്ല. നോ. ബയോമാർക്കേഴ്സോ? ഇല്ല. ഇല്ല, കാണിക്കില്ല. പക്ഷെ സ്റ്റെമിയിലോ ECG പോസിറ്റീവ് ആയിരിക്കും, Variation. ബയോമാർക്കേഴ്സ് പോസിറ്റീവ് ആയിരിക്കും. ബയോമാർക്കേഴ്സ് പോസിറ്റീവ് ആയിരിക്കും അല്ലെ? ഇത്രയും പഠിച്ചില്ലേ? ഓക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ആൻജൈന എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോ ആൻജൈനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് അതിനെ പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, ഇതിന്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചാർട്ട് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഇതാണ് ആന്റി ആൻജൈനൽ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ. മനസ്സിലായി? ഇപ്പോൾ ആന്റി ആൻജൈനൽ ഡ്രഗ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ ക്ലാസ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്, പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ചും കൂടി ക്ലാസ് വരുന്നു. നമുക്ക് ഓരോന്നായിട്ട് എളുപ്പത്തിൽ പഠിക്കാം. ഇത് ഒരിക്കലും ബുദ്ധിമുട്ടല്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആന്റി ആൻജൈനൽ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാൻ. ഞാനിപ്പോ ആദ്യം തന്നെ ചുമ്മാ പേരൊന്നും എഴുതാം. ഫസ്റ്റ് വരുന്നതാണ് നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ഓക്കെ, നമ്മളിപ്പോൾ കൊടുക്കാറില്ലേ ഗ്ലിസറൈഡ് ട്രൈനൈട്രേറ്റ്, നമ്മൾ സബ്ലിംഗുലായിട്ട് ടാബ്ലറ്റ് കൊടുക്കാറ്. പിന്നെ ഇത് കൂടാതെ വരുന്നതാണ് ബീറ്റാ ബ്ലോക്കേഴ്സ്. ബീറ്റാ ബ്ലോക്കേഴ്സ് നമ്മൾ ഹൈപ്പർ ടെൻഷനിൽ പഠിച്ചതാണ്, നൈട്രേറ്റ്സ് നമ്മൾ ഹൈപ്പർ ടെൻഷനിൽ പഠിച്ചതാണ്. പിന്നെ അടുത്ത വരുന്ന ഡ്രഗ്സ് ആണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഇപ്പൊ നൈട്രേറ്റ്സ് പഠിച്ചു, ബീറ്റാ ബ്ലോക്കേഴ്സ് പഠിച്ചു, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് പഠിച്ചു. ഇതെല്ലാം ബ്ലോക്കിംഗ് ആയിരുന്നു.
ഇനി നമുക്ക് കുറച്ച് ഓപ്പണേഴ്സ് പഠിക്കാം. ഈ ഒരു ഡ്രഗ് ഉണ്ട് പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്യുന്നത്. ഇതിന്റെ പേരാണ് നിക്കോറാൻഡിൽ. നിക്കോറാൻഡിൽ. ഓക്കെ. ഇത് കൂടാതെ തന്നെ കുറച്ചൊരു അതർ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ന്യൂലി കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ വരുന്നതാണ് ഇതിന്റെ എല്ലാത്തിനും മെക്കാനിസം ഒക്കെ ഞാൻ പറയാം. റാനോലാസിൻ, ഡൈപിരിഡാമോൾ, പിന്നെ വരുന്നതാണ് ഇവാബ്രാഡിൻ. ഇതാണ് ജസ്റ്റ് ഒന്ന് ക്ലാസിഫിക്കേഷൻ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോരോ ഡ്രഗ്സ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നൈട്രേറ്റ്സിന്റെ മെക്കാനിസം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നൈട്രേറ്റ്സിന്റെ എക്സാമ്പിൾസ് ആയെന്ന് പറയാമോ? സോർബിട്രേറ്റ്. സോർബിട്രേറ്റിൽ നമ്മൾ 2 ടൈപ്പ് ഉണ്ട്, ഐസോസോർബൈഡ് മോണോനൈട്രേറ്റും ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റും. പിന്നെ അതല്ലാണ്ട് നമ്മൾ അക്യൂട്ട് അറ്റാക്കിന് കൊടുക്കുന്നതാണ് GTN. എന്താണ്? ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് അല്ലേ? ഇതെന്താണ്? ഐസോസോർബൈഡ് മോണോനൈട്രേറ്റും ഇത് ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ്. അപ്പൊ ഈ നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സിന്റെ മെക്കാനിസം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമ്മൾ ഹൈപ്പർ ടെൻഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? സാർ അത് നൈട്രിക് ഓക്സൈഡ് റിലീസ് ആക്കുമ്പോൾ പ്രീലോഡും മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡും കുറയ്ക്കും. ഓക്കെ. നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യും. നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ സംഭവം എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് CGMP എന്ന് പറഞ്ഞ മോളിക്യൂളിന്റെ അളവ് കൂട്ടും. ഇതൊരു ഇമ്പോർട്ടന്റ് മോളിക്യൂളാണ്. CGMPയുടെ അളവ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആണ് പറഞ്ഞത്, വാസ്കുലർ സ്മൂത്ത് മസിലിനെ ഡയലേറ്റ് ചെയ്യും. ഇങ്ങനെ ഇരിക്കുന്ന വെസലിനെ ഇത് ഡയലേറ്റ് ചെയ്യും. അപ്പോൾ വേസോ ഡയലറ്റേഷൻ ഉണ്ടാവും. വേസോ ഡയലറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? വേസോ ഡയലറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ് കുറയും, അതായത് പ്രീലോഡ് കുറയും അല്ലേ? പിന്നെ കൊറോണറി ആർട്ടറീസ് ഉണ്ടല്ലോ, കൊറോണറി ആർട്ടറീസിനും ഡയലേറ്റ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഹാർട്ടിന്റെ ഓക്സിജൻ ഡിമാൻഡ് കുറയും. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ ഇത് ആക്ച്വലി വളരെ എളുപ്പമാണ്. നമ്മളിപ്പോ ആൻജൈനയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഹാർട്ട് എടുത്തു, ഹാർട്ടിന്റെ 4 ചേമ്പേഴ്സിനെ വരയ്ക്കുകയാണ്. 4 ചേമ്പേഴ്സ് വെച്ച് അപ്പൊ നമുക്ക് ആർട്ടറീസ് ഉണ്ട്. ഇതാണ് അയോട്ട. ഇവിടെ വരുന്നതാണ് നമ്മുടെ സുപ്പീരിയർ വീന കേവ, ഇൻഫീരിയർ വീന കേവ. ഇതാണ് നമ്മുടെ വീന കേവ അല്ലെ? പിന്നെ ഹാർട്ടിന്റെ ഉള്ളിൽ കുറച്ച് ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇതാണ് കൊറോണറി ആർട്ടറീസ് അല്ലെ? അപ്പോ നമുക്കൊരു ആൻജൈനയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാർട്ടിന്റെ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കണം. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പോൾ ഹാർട്ടിന്റെ പ്രീലോഡ് കുറയ്ക്കണം. പ്രീലോഡ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ്, അത് കുറയ്ക്കാൻ പറ്റും അല്ലെ? അതേമാതിരി തന്നെ കൊറോണറി ആർട്ടറീസ് കൺസ്ട്രക്ട് ആയിട്ടിരിക്കാൻ പാടില്ല, അതിനെ വലുതാക്കണം. കൊറോണറി ആർട്ടറിനെ ഡയലേറ്റ് ചെയ്യണം. അപ്പോഴും എന്തുണ്ടാവും? ഹാർട്ടിന് ഈ ചെസ്റ്റ് പെയിൻ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും നൈട്രേറ്റ്സിന്റെ മെക്കാനിസം ഒന്നുകൂടി ഒന്ന് പറയാമോ? ഇതിൽ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇൻക്രീസ്ഡ് CGMP ചെയ്യുന്ന സമയത്ത് വാസോഡൈലേഷൻ ഉണ്ടാവും. അതുവഴി ഹാർട്ടിന്റെ പ്രീലോഡും അതുപോലെ തന്നെ ഓക്സിജൻ ഡിമാൻഡും കുറയ്ക്കാനായിട്ട് നൈട്രേറ്റ്സ് സഹായിക്കും.
പറഞ്ഞ എല്ലാം കറക്റ്റാണ്. ഒരു കാര്യം മാത്രം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഇപ്പൊ ആൻജൈന ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോ ഈ ബ്ലോക്ക് ഉണ്ടായിട്ടാണ് ഇത് ആൻജൈന വരുന്നത് അല്ലേ. ബ്ലോക്ക് ചെറിയ രീതിയിൽ ഉണ്ടാവുമ്പോഴാണ് അപ്പോൾ ഓക്സിജൻ സപ്ലൈ കുറയല്ലേ ചെയ്യുന്നത്. ആൻജൈന ഉണ്ടാവും കാരണം ഓക്സിജൻ സപ്ലൈ കുറയാം. അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് വളരെ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ഹാർട്ടിന് ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണ്. ഓക്സിജൻ ഡിമാൻഡ്, ഹാർട്ട് ഉപയോഗിക്കുന്ന ഓക്സിജൻ കൂടുതലാണ്. ഇത് രണ്ടുമാണ് ആൻജൈനയുടെ കോസ്. ഒന്ന് കൊറോണറി ആർട്ടറി ബ്ലോക്ക് ചെയ്തിട്ട് ഓക്സിജൻ സപ്ലൈ കുറയും, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നു. അത് ഹാർട്ട് ഭയങ്കര സ്പീഡിൽ അടിക്കുന്നു. ഇതൊക്കെ കാരണം ഹാർട്ടിന്റെ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നു. അപ്പൊ ആൻജൈനയിൽ ഉണ്ടാവുന്ന ഓക്സിജൻ സപ്ലൈ കുറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഓക്സിജൻ ഡിമാൻഡ് കൂട്ടുക. അപ്പൊ നമ്മൾ ഈ നൈട്രേറ്റ്സ് കൊടുക്കുമ്പോൾ പറഞ്ഞ മാതിരി തന്നെ CGMP കൂട്ടിയിട്ട് CGMP എന്ത് ചെയ്യും, വാസ്കുലർ സ്മൂത്ത് മസിലിനെ ഡയലേറ്റ് ചെയ്തിട്ട് വാസോ ഡയലിറ്റേഷൻ ഉണ്ടാവും. വാസോ ഡയലിറ്റേഷൻ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും, ബ്ലഡ് വെസൽസ് എല്ലാം ഡയലേറ്റ് ചെയ്തില്ലേ. അതായത് ഇവിടേക്ക് വരുന്ന വെയിൻസ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇതിലേക്ക് വരുന്ന ബ്ലഡ് കുറയും. ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന് അധികം ബ്ലഡ് ഉണ്ടെങ്കിലാണ് കൂടുതൽ ഫോഴ്സിൽ കൺട്രാക്ട് ചെയ്ത് വരും. കുറച്ച് ബ്ലഡ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോഴ്സിൽ കൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്തുണ്ടായി, ഹാർട്ടിന്റെ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞത് നമ്മൾ ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ സമ്മതിച്ചു. പിന്നെ ഹാർട്ടിന്റെ ഓക്സിജൻ ഡിമാൻഡ്, ഹാർട്ടിന് ഇപ്പൊ കുറച്ച് ബ്ലഡ് അല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ട് ഹാർട്ടിന് ചെറിയ രീതിയിൽ പമ്പ് ചെയ്താൽ മതി. അതുകൊണ്ട് ഹാർട്ടിന്റെ ഓക്സിജൻ ഡിമാൻഡിനെ കുറച്ചു. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. അപ്പൊ ബേസിക്കലി പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻക്രീസ് CGMP കൂട്ടിയിട്ട് വാസോ ഡയലിറ്റേഷൻ ഉണ്ടാക്കും. ഈ വാസോ ഡയലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇത് വെയിൻസിനെ ഡയലേറ്റ് ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ കൊറോണറി ആർട്ടറിനും ഡയലേറ്റ് ചെയ്യുന്നു. വെയിൻസിനെ ഡയലേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടായി, നമുക്ക് പ്രീലോഡ്, ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ് കുറഞ്ഞു, പ്രീലോഡ് കുറഞ്ഞു. കൊറോണറി ആർട്ടറിനെ ഡയലേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടായി, ഓക്സിജൻ സപ്ലൈ ഇൻക്രീസ് ചെയ്തു അല്ലേ. ഇനി നൈട്രേറ്റ്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയാം. ഈ CGMP എന്ന് പറയുന്ന മോളിക്യൂളിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു എൻസൈംസ് ഉണ്ട്, PDE5 എന്ന് പറഞ്ഞ എൻസൈമാണ് ഈ CGMP-നെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഇനാക്റ്റീവ് മോളിക്യൂൾ ആക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ മെന്നിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് സിൽഡിനാഫിൽ, വയാഗ്ര എന്നൊക്കെ പറയും. അതായത് വയാഗ്ര എന്ന് പറഞ്ഞാൽ സിൽഡിനാഫിൽ ആണ്. ടാഡലാഫിൽ, ഇങ്ങനെ ഫിൽ എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് കൊടുക്കും. ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഈ PDE5-നെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് കൊടുക്കുന്ന ടാബ്ലറ്റ് എന്താ ചെയ്യുക, ഈ PDE5-നെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ഈ PDE5-നെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CGMP-യുടെ അളവ് വീണ്ടും കൂടും. അപ്പൊ ഒരു വയാഗ്ര എടുക്കുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ നൈട്രേറ്റ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ CGMP-യുടെ അളവ് വളരെ 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 കൂടും. അപ്പൊ കൂടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാസോഡൈലേറ്റ് ചെയ്യും. ഈ വാസോഡൈലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് BP കുറയും അല്ലെ, ഭയങ്കരമായിട്ട് പേഷ്യന്റ് ഹൈപ്പോടെൻഷനിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈട്രേറ്റ്സ് കൊടുക്കുന്നതിനെക്കാട്ടും മുന്നേ പേഷ്യന്റിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കണം. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള പേഷ്യന്റിന് നമ്മൾ നൈട്രേറ്റ്സ് 24 hours കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നൈട്രേറ്റ്സ് എടുത്തതിന് ശേഷം 24 hours കഴിഞ്ഞിട്ടാണ് വയാഗ്ര കഴിക്കാൻ പാടുള്ളൂ. കാരണം എന്താ ഉണ്ടാവുന്നത്, നൈട്രേറ്റ്സ് കൊടുക്കുമ്പോൾ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. നൈട്രിക് ഓക്സൈഡ് എന്താ ചെയ്യുന്നത്, CGMP-നെ കൂട്ടുന്നു. ഈ CGMP-നെ ഡിഗ്രേഡ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഫോസ്ഫോഡയസ്ട്രേസ് E5, PDE5 എന്ന് പറഞ്ഞ എൻസൈം. ഇത് വയാഗ്ര എന്ത് ചെയ്യുന്നു, ഇത് CGMP-നെ ഇനാക്റ്റീവ് ഫോം ആക്കുന്ന സംഭവമാണ് ഈ PDE5. വയാഗ്ര എന്ത് ചെയ്യുന്നു, വയാഗ്ര ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ CGMP-യുടെ അളവ് വളരെ കൂടുന്നു, പേഷ്യന്റിന് ഹൈപ്പോടെൻഷനിലേക്ക് പോകുന്നു, പേഷ്യന്റ് കൊളാപ്സ് ചെയ്യാം. അപ്പോ നമ്മൾ എപ്പോഴും ഒരു 24 hours ഗ്യാപ്പ് പറയണം കേട്ടോ, വയാഗ്ര എടുക്കുന്നതിനെക്കാട്ടും മുന്നേ. ഓക്കെ. പിന്നെ നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നൈട്രേറ്റ്സ് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ്. നമ്മളിപ്പോ നൈട്രേറ്റ്സ് നമ്മൾ ഒരു പേഷ്യന്റിന് എമർജൻസി ആയിട്ട് ഇപ്പൊ MI ആയിട്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രേറ്റ്. നമ്മൾ 0.5 mg ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ സബ്ലിംഗ്വലി ആണ് കൊടുക്കുന്നത്. ഇത് സബ്ലിംഗ്വലി കൊടുക്കാനുള്ള കാര്യം എന്താണ്, Absorption.
പെട്ടെന്ന് പെയിൻ കുറയും. പെട്ടെന്ന് പെയിൻ കുറയാൻ കാരണം എന്താണ്? ഫാസ്റ്റ്, അതായത് ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുന്ന സംഭവം ഉണ്ട് നമുക്ക്, അല്ലെ? ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ലിവറിൽ കൂടെയൊക്കെ കടന്നു പോകണം, അല്ലെ? ലിവറിൽ കൂടെ നമ്മൾ ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ അത് നേരെ പോയിട്ട് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിയിട്ട് സ്റ്റൊമക്കിൽ നിന്ന് ഇൻഡസ്ട്രീനിലൂടെ അബ്സോർപ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ലിവറിലേക്ക് പോകും, അല്ലെ? ലിവറിൽ ഒരു മെറ്റബോളിസം നടക്കും. അപ്പൊ ഇതിന്റെ അളവ് കുറയും. ഇപ്പം ലിവറിൽ കൂടെ ഒക്കെ പോയിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ ഓറലി കഴിക്കുകയാണെങ്കിൽ വരും. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സബ് ലിംഗ്വലി കഴിക്കുകയാണെങ്കിൽ, നാവിന്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ ഡയറക്ട്ലി ബ്ലഡിലേക്ക് പോകുന്നത്. ഈ അബ്സോർപ്ഷന്റെ കാര്യമൊന്നുമില്ല, ഡയറക്ട്ലി ബ്ലഡിലേക്ക് പോകും. ഡയറക്ട്ലി ബ്ലഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ലിവറിൽ പോകേണ്ട ആവശ്യമില്ല, ഫാസ്റ്റ്ലി ആക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സബ് ലിംഗ്വൽ ടാബ്ലറ്റ്സ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബൈപാസസ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. അപ്പൊ ആർക്കെങ്കിലും ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്താണെന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് പറയാമോ? സാധാരണ മെഡിസിൻ എടുക്കുമ്പോൾ അത് ലിവറിൽ കൂടെ പാസ് ചെയ്താണ് ബ്ലഡിലേക്ക് എത്തുന്നത്. പക്ഷെ ഇത് അതെ. ആ അപ്പൊ ലിവറിൽ നടക്കുന്ന മെറ്റബോളിസിനെയാണ് ഫസ്റ്റ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇത് ലിവറിലേക്ക് പോകുന്നില്ല, അല്ലെ? ഡയറക്റ്റ് ഡയറക്റ്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുന്നു, ഡയറക്ട്ലി ആക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് നമ്മൾ സബ്ലിംഗ്വൽ ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഓറലി കൊടുക്കുന്ന ടാബ്ലറ്റോ? ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ്, ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ്, ഇതൊക്കെ ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിന് കടന്നു പോകണം. ഈ ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ് എന്ന് പറഞ്ഞ സംഭവം നേരെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ലിവറിൽ എത്തിയിട്ട് മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെന്തായി മാറുന്നു? ശരിക്കും ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ് ആയി മാറും. എന്നിട്ടാണ് ഇത് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത്, ഇൻക്രീസ് CGMP ചെയ്യുന്നത്, എന്നിട്ടാണ് വാസോ ഡയലറ്റേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പേഷ്യന്റിന് നമ്മൾ നൈട്രേറ്റ്സ് കൊടുക്കുന്നതിനെക്കാട്ടും മുന്നേ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം. ഓക്കെ, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം. വെരി ഗുഡ്. പിന്നെ എന്തൊക്കെ ചെക്ക് ചെയ്യണ്ടേ? ഹെഡേക്ക് ഉള്ള പേഷ്യൻസിന് സോർബിട്രേറ്റ് കൊടുക്കുമ്പോൾ വേഴ്സണിങ് ആവും. ഓക്കെ, നല്ലൊരു പോയിന്റ് ആണ്. ICP, അതായത് ഹെഡേക്ക് എന്ത് കാരണം? ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ. ഇൻട്രാക്രേനിയൽ പ്രഷർ ഉള്ള പേഷ്യന്റിന് നമ്മൾ നൈട്രേറ്റ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ പിന്നെന്താണ് അടുത്തെന്താണ് ശ്രദ്ധിക്കേണ്ടത്? പിന്നെ ഹാർട്ട് റേറ്റ് നോക്കണ്ടേ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറയാം. നമ്മളൊരു പേഷ്യന്റിന് നമ്മൾ സിസ്റ്റോളിക് BP ലെസ് ദാൻ 90 ആണെങ്കിൽ നൈട്രേറ്റ്സ് കൊടുക്കാൻ പാടില്ല. ഹാർട്ട് റേറ്റ് ലെസ് ദാൻ 60 ആണെങ്കിൽ നൈട്രേറ്റ്സ് കൊടുക്കാൻ പാടില്ല. ഹാർട്ട് റേറ്റ് ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കാൻ പാടില്ല, നൈട്രേറ്റ്സ് കൊടുക്കാൻ പാടില്ല. അതായത് ഹെഡ് ഇഞ്ചുറി ഒക്കെ വന്നിട്ട് റേസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടിയിട്ട് റേസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ ഉള്ള പേഷ്യന്റിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. കാരണം ഇത് ഹെഡേക്ക് വേഴ്സൺ ചെയ്യും. പിന്നെ അക്യൂട്ട് ഗ്ലോക്കോമ അറ്റാക്ക് ഉള്ള പേഷ്യൻസിനും നമ്മൾ നൈട്രേറ്റ്സ് കൊടുക്കാൻ പാടില്ല. ഇത്രയും മനസ്സിലായോ? കാരണം എന്താണ്? നമ്മൾ BP കുറയും, നൈട്രേറ്റ്സ് കൊടുക്കുമ്പോൾ BP കുറയും, ഹാർട്ട് റേറ്റും കുറയും. പക്ഷെ ഹാർട്ട് റേറ്റ് കൂടുതലുള്ള പേഷ്യന്റിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ നൈട്രേറ്റ്സ് കൊടുക്കുന്നതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്. ക്ലിയർ ആണോ? നൈട്രേറ്റ്സ് കൊടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ നൈട്രേറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾ നൈട്രേറ്റ്സ് ഒരു പേഷ്യന്റ് കഴിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ സഡൻ ആയിട്ട് നൈട്രേറ്റ്സ് നിർത്തി, സഡൻ വിത്ഡ്രോവൽ ഓഫ് നൈട്രേറ്റ്സ്. പെട്ടെന്ന് നമ്മൾ നൈട്രേറ്റ്സ് നിർത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും?
Hypertension, emergency. hypertension. അതായത് നൈട്രേറ്റ്സിന് ഒരു പ്രശ്നം ഉണ്ടെന്ന്. നൈട്രേറ്റ്സ് നമ്മൾ കഴിക്കുന്നതുകൊണ്ടാണ് ബ്ലഡ് വെസൽ ഇങ്ങനെ ഇരിക്കുന്ന ബ്ലഡ് വെസൽ ഇങ്ങനെ ഡൈലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ നൈട്രേറ്റ്സ് നിർത്തുവാണെങ്കിൽ തിരിച്ച് ഈ ഒരു ലെവലിലേക്ക് പോകും നമ്മൾ ബ്ലഡ് വെസൽ. നൈട്രേറ്റ്സ് കഴിക്കുന്നതുകൊണ്ടാണ് ബ്ലഡ് വെസൽ ഡൈലേറ്റ് ആയിട്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ നൈട്രേറ്റ്സ് പെട്ടെന്ന് നിർത്തുവാണെങ്കിലോ തിരിച്ച് പെട്ടെന്ന് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും? പെട്ടെന്ന് നിർത്തുവാണെങ്കിൽ വോഴ്സണിങ് ഓഫ് ആൻസൈറ്റി ഉണ്ടാവും. ചിലപ്പോൾ ഇത് ഭയങ്കര സിവിയർ ആയിട്ട് ഇത് ഫുള്ളായിട്ട് ഒക്ലൂഡ് ചെയ്ത് പോകും, ഫുള്ളായിട്ട് അടഞ്ഞു പോകും. ഫുള്ളായിട്ട് അടഞ്ഞു പോയി എന്തുണ്ടാവും? MI ഉണ്ടാവും. അപ്പോ വി ഷുഡ് നെവർ സ്റ്റോപ്പ് നൈട്രേറ്റ്സ് അബ്രപ്റ്റ്ലി. പെട്ടെന്ന് നൈട്രേറ്റ്സ് നിർത്താൻ പാടില്ല. കാരണം എന്താണ്? Worsening of വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. worsening of angina. Vasoconstriction, ഓക്കെ. ആൻഡ് precipitate Worsening of angina angina. or MI, അല്ലെ? MI. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ പതുക്കെയാണ് കുറയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? Yes, sir. Yes. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നൈട്രേറ്റ്സ് കൊടുക്കുമ്പോൾ ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഇനി നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് നൈട്രേറ്റ്സിന് ഒരു ഫിനോമിന ഉണ്ട്. അതാണ് ടാക്കിഫൈലാക്സിസ്. ടാക്കിഫൈലാക്സിസ് ചിലപ്പോൾ എൻട്രൻസ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ടാക്കിഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രഗ് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ഡ്രഗ് നമ്മൾ റിപ്പീറ്റഡ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ട് ചെയ്യുന്ന റിസപ്റ്റർ ഉണ്ടല്ലോ. ഈ ഡ്രഗ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡോസ് കൂട്ടി കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ സെയിം ഡോസിൽ അടുപ്പിച്ച് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇതിന്റെ എഫക്റ്റ് കുറഞ്ഞു വരും. ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ട് ചെയ്യുന്ന റിസപ്റ്റർ ഡീസെൻസിറ്റീവ് ആയി പോകും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയില്ലേ? അതുമാതിരി തന്നെ നമ്മളിപ്പോൾ നൈട്രേറ്റ്സ് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫുൾ ടൈമും കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോഡിയിൽ നൈട്രേറ്റ്സിന്റെ റെസ്പോൺസ് കുറയും. അപ്പോൾ ഇത് നൈട്രേറ്റ്സിന്റെ റിസപ്റ്റർ ഡീസെൻസിറ്റീവ് ആവുന്ന കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇത് ആദ്യം കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്ലോസീവ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുണ്ട്. ഇപ്പൊ ഈ ഡൈനമൈറ്റ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ അവിടുത്തെ പേഷ്യൻസിന് അറിയാണ്ട് ഇത് ശ്വസിക്കുകയാണ്, നൈട്രേറ്റ്സ് അവർ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എടുക്കുമ്പോൾ മൺഡേ ജോലിക്ക് വരും, ട്യൂസ്ഡേ വരും, വെനസ്ഡേ വരും, തേഴ്സ്ഡേ വരും, ഫ്രൈഡേ വരും, സാറ്റർഡേ സൺഡേ ഹോളിഡേ അല്ലേ? സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് അവർ വരില്ല. അപ്പൊ ഈ നൈട്രേറ്റ്സ് എടുക്കുന്ന ഈ പേഷ്യൻസിന് നൈട്രേറ്റ്സ് എടുക്കുമ്പോൾ എന്തുണ്ടാവും? വാസോ ഡയലറ്റേഷൻ ഉണ്ടാവും. നൈട്രേറ്റ്സ് പെട്ടെന്ന് നിർത്തി, ഇവിടെ വെച്ച് നിർത്തുവാണ് നൈട്രേറ്റ്സ്. അപ്പൊ ഈ 2 ദിവസം എന്തുണ്ടായി? ഇവർക്ക് ഹാർട്ടിന് ഒരു പ്രശ്നമില്ല, വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടായി, അല്ലേ? അത് കഴിഞ്ഞിട്ട് വീണ്ടും മൺഡേ ജോലിക്ക് വരുമ്പോൾ വീണ്ടും നൈട്രേറ്റ്സ് വീണ്ടും എക്സ്പോസ് ചെയ്യുകയാണ്. ഇപ്പൊ ഈ 2 ദിവസം നൈട്രേറ്റ്സ് കിട്ടാണ്ടായതുകൊണ്ട് ഈ നൈട്രേറ്റ്സിന്റെ റിസപ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര സൂപ്പർ സെൻസിറ്റീവ് ആവും. അപ്പൊ മൺഡേ വീണ്ടും തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഒരു വാസോ ഡയലറ്റേഷൻ നടക്കും. അപ്പൊ ഈ വാസോ ഡയലറ്റേഷൻ നടക്കുമ്പോൾ പേഷ്യന്റ് സിവിയർ ഹെഡേക്ക് വരും. ഇതിനെയാണ് നമ്മൾ മൺഡേസ് ഡിസീസ് എന്ന് വിളിക്കുക. മൺഡേ വർക്കർ ജോലിക്ക് വരുമ്പോൾ സിവിയർ ഹെഡേക്ക്, മൺഡേസ് ഡിസീസ് എന്ന് വിളിക്കും. ഇതിന്റെ യൂസ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ നമ്മളൊരു പേഷ്യന്റ് ഇപ്പൊ നൈട്രേറ്റ്സിന്റെ പാച്ച് കണ്ടിട്ടുണ്ടോ? ഒരു പേഷ്യന്റ് നൈട്രേറ്റ്സിന്റെ പാച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. മൺഡേ യൂസ് ചെയ്തു, ട്യൂസ്ഡേ യൂസ് ചെയ്തു, വെനസ്ഡേ യൂസ് ചെയ്തു, തേഴ്സ്ഡേ യൂസ് ചെയ്തു, ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യന്റ് വീണ്ടും ചെസ്റ്റ് പെയിൻ വരാൻ തുടങ്ങി. കാരണം എന്താ? നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നൈട്രേറ്റ്സ് ഫുൾ ടൈം കൊടുത്തുകൊണ്ടിരിക്കും. പാച്ച് കൊടുക്കുമ്പോൾ ഫുൾ ടൈം ബ്ലഡിൽ നൈട്രേറ്റ്സ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ പാച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യന്റിന് ചെസ്റ്റ് പെയിൻ വരാൻ തുടങ്ങി. ചെസ്റ്റ് പെയിൻ വരുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രേറ്റ്സിന്റെ എഫക്റ്റ് കുറഞ്ഞു വരികയാണ്, അല്ലെ? എഫക്റ്റ് കുറഞ്ഞു വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു പേഷ്യന്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? സൺഡേ സ്കിപ്പ് ചെയ്യും. പാച്ച് എന്ന് പറയുമ്പോൾ 24 hours പേഷ്യന്റ് ദേഹത്ത് ഒട്ടിച്ച് വെച്ചേക്കും, അല്ലേ? സൺഡേ സ്കിപ്പ് ചെയ്യുന്ന ഒരു നല്ല ഐഡിയ ആണ്. പക്ഷെ നമ്മൾ നൈട്രേറ്റ്സ് ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാൾക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡ്രഗ് ഫ്രീ ഇന്റർവൽ. ആൻസർ പറഞ്ഞത് ശരിയാണ്, നമ്മൾ ഡ്രഗ് ഫ്രീ ഇന്റർവൽ കൊടുക്കണം.
അല്ലെ? ഒരു ഡ്രഗ് ഫ്രീ ഇന്റർവെൽ കൊടുക്കണം. അപ്പൊ ഈ പാച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ കൂടുതൽ ഇത് പുറം രാജ്യങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പൊ നമ്മളിപ്പോ രാത്രി ആകുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ ബിഫോർ സ്ലീപ്പ് പാച്ച് റിമൂവ് ചെയ്യാൻ പറയണം. റിമൂവ് പാച്ച്. അപ്പൊ നമ്മൾക്ക് പിന്നെ കാലത്ത് വെച്ചാൽ മതി. അപ്പൊ ഒരു 8 to 12 hours നമുക്ക് എന്ത് കിട്ടി? ഡ്രഗ് ഫ്രീ ഇന്റർവെൽ കിട്ടി അല്ല. 8 to 12 hours എന്ത് കിട്ടി? ഡ്രഗ് ഫ്രീ ഇന്റർവെൽ കിട്ടി. അപ്പോൾ പേഷ്യന്റ് പിറ്റേ ദിവസം കാലത്ത് പാച്ച് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എഫക്റ്റീവ്, ചെസ്റ്റ് പെയിൻ വരില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. യെസ് യെസ് സർ. ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ. അപ്പൊ ബിഫോർ സ്ലീപ്പ് ഇത് എടുക്കുവാണെങ്കിൽ റിമൂവ് ചെയ്യാൻ പറയാം. അപ്പൊ നമ്മളൊരു പേഷ്യന്റ് ഇപ്പൊ ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് എത്ര മണിക്കാണ് ടാബ്ലറ്റ് കഴിക്കേണ്ടത്? മോർണിംഗ് ആണോ, നൂണിലാണോ, നൈറ്റിലാണോ കഴിക്കേണ്ടത്? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? നൂണല്ലേ സർ? കൊടുക്കുന്ന ഒരു ഡ്രഗ് അല്ലേ? നൂൺ. ഓക്കെ, വെരി നൂണാണോ? നല്ല ആൻസർ ആണ്. കാരണം നമ്മൾ ഒരിക്കലും നൈറ്റിൽ കൊടുക്കാൻ പാടില്ല ഡ്രഗ്. കാരണം മോർണിംഗിൽ നമുക്ക് കൊടുക്കാം, വേണമെങ്കിൽ 20 mg കൊടുക്കാം. നൂണിൽ നമുക്ക് 2 PM മുന്നേ നമുക്ക് 20 mg കൊടുക്കാം. നമ്മൾ 2 PM കഴിഞ്ഞിട്ട് നൈട്രേറ്റ്സ് നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. കാരണം നമ്മൾ നൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കാര്യം? ഇപ്പൊ മോർണിംഗിൽ ഒരു ഡോസ് കൊടുത്തു, നൈറ്റിൽ ഒരു ഡോസ് കൊടുത്തു. കാരണം അപ്പൊ ഫുൾ ടൈം പേഷ്യന്റ് ബ്ലഡിൽ നൈട്രേറ്റ്സ് ആയില്ലേ. അതുകൊണ്ട് നമ്മൾ നൈറ്റിൽ കൊടുക്കില്ല. ക്ലിയർ ആണോ? ക്ലിയർ സർ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നൈട്രേറ്റ്സ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ആൻജൈന വരാണ്ടിരിക്കാനാണ്. ആൻജൈന ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മൾ നടക്കുമ്പോഴും എക്സേർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ മോർണിംഗ് ടൈമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നടക്കുക, എക്സേർട്ട് ചെയ്യുക അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് അല്ലെങ്കിൽ നൂണിലായിട്ട് നമ്മൾ ഐസോസോർബേറ്റ് നൈട്രേറ്റ്സ് കൊടുക്കുന്നത്. നൈറ്റിൽ കൊടുക്കില്ല. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആസ്പിരിൻ എപ്പോഴാണ് കൊടുക്കുന്നത്? നമ്മൾ മോർണിംഗ് ആണോ, നൂണാണോ, നൈറ്റ് ആണോ? നൂണില്. നൂണല്ലേ? ഹലോ സർ, നൂണാ കൊടുക്കുന്നത്. നൂണല്ല ഓക്കെ. നൂണിലും കൊടുക്കാം, നൈറ്റിലും കൊടുക്കാം. കാരണം ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ഫുൾ ടൈം കവറേജ് കിട്ടും, നൈറ്റിൽ മോർണിംഗ് വരെ കവറേജ് കിട്ടും. കാരണം MI ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൊടുക്കുന്നത് ഏർലി മോർണിംഗിലാണ്, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ. അപ്പോഴാണ് നമ്മുടെ ഹോർമോൺസ് അഡ്രിനാലിനൊക്കെ റേസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ MI ഉണ്ടാവാൻ ചാൻസ്. അതുകൊണ്ടാണ് MI ഈ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. പക്ഷെ നൈട്രേറ്റ്സ് ഏറ്റവും കൂടുതൽ, ആൻജൈന ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ആക്ടിവിറ്റി ഉണ്ടാവുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ മോർണിംഗ് ടു നൂൺ ഈ ടൈമിൽ കൊടുക്കുന്നത്. നൈറ്റ് ടൈമിൽ കൊടുക്കാത്തതിന്റെ ഒരു കാരണം കൂടി നമുക്ക് എന്ത് വേണം? ഡ്രഗ് ഫ്രീ ഇന്റർവെൽ വേണം. മനസ്സിലായി? ഇത് കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ ചോദിക്കുന്നത് കാണാറുണ്ട്. മനസ്സിലായോ? യെസ് സർ. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നൈട്രേറ്റ്സിനെ പറ്റിയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നൈട്രേറ്റ്സിന്റെ സൈഡ് എഫക്ട് പഠിച്ചു, നൈട്രേറ്റ്സിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ പഠിച്ചു, പിന്നെ നൈട്രേറ്റ്സ് കൊടുക്കേണ്ട ടൈമിംഗ് പഠിച്ചു, നൈട്രേറ്റ്സ് പെട്ടെന്ന് നിർത്താൻ പാടില്ല എന്നും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഓഫ് ഡ്രഗ്സിലേക്ക് വരികയാണ്, ബീറ്റ ബ്ലോക്കേഴ്സ്. ബീറ്റ ബ്ലോക്കേഴ്സിന്റെ മെക്കാനിസം ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാമോ? ഓളിൽ അവസാനിക്കുന്ന എല്ലാ മെഡിസിൻസും പ്രൊപ്രാനലോൾ, മെറ്റോപ്രലോൾ, ബിസോപ്രലോൾ, നെബിവലോൾ, അങ്ങനെ കുറെ ഉണ്ട്. ഇതിന്റെ മെക്കാനിസം ഒന്ന് പറയാമോ? നമ്മുടെ ഹാർട്ടിന്റെ SA നോഡിലും ഹാർട്ടിന്റെ മസിലിലും നമുക്ക് എന്തുണ്ട്? β1 റിസപ്റ്റേഴ്സ് ഉണ്ട്. β1 റിസപ്റ്റേഴ്സ് ആണ് ഹാർട്ടിലുള്ള റിസപ്റ്റേഴ്സ്. ഈ β1 റിസപ്റ്റേഴ്സ് യൂഷ്വലി എന്താ ചെയ്യുക? ദേ ഇൻക്രീസസ് ഹാർട്ട് റേറ്റ് ആൻഡ് ഇൻക്രീസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. പക്ഷെ നമ്മൾ β1 ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഡിക്രീസസ് ഹാർട്ട് റേറ്റ് ആൻഡ് ഡിക്രീസസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ഇത് കാരണം എന്തുണ്ടാവും? ഹാർട്ട് റേറ്റും കുറയും, ഡിക്രീസ് BPയും കുറയും, ഹാർട്ടിന്റെ ലോഡ് കുറയും അല്ലെ? ഹാർട്ടിന്റെ ലോഡ് കുറയും. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് ആൻജൈനയിൽ നിന്ന് റിലീഫ് കിട്ടും അല്ലെ? സിമ്പിൾ അല്ലേ?
പക്ഷേ ഈ ബീറ്റ ബ്ലോക്കേഴ്സ്, ഇപ്പൊ നമ്മൾ പ്രൊപ്രനോൾ നമുക്ക് ഹാർട്ട് പേഷ്യന്റിന് കൊടുക്കാൻ പാടും. പ്രൊപ്രനോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബീറ്റ 1 റിസെപ്റ്റേഴ്സ് ഉണ്ട്, ബീറ്റ 2 റിസെപ്റ്റേഴ്സ് ഉണ്ട്. ബീറ്റ 1 റിസെപ്റ്റർ ഹാർട്ടിലും ബീറ്റ 2 റിസെപ്റ്റർ നമുക്ക് ലങ്സിലുമാണുള്ളത്. മനസ്സിലായോ? ഈ ലങ്സിന്റെ ഉള്ളിൽ ബീറ്റ 2 റിസെപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ബ്രോങ്കോസ്പാസ്മം ഉണ്ടാവും. ബ്രോങ്കോസ്പാസ്മം ആസ്മയുടെ അറ്റാക്കിന് ഉണ്ടാക്കും, ആസ്മ അറ്റാക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ലങ്സിന് പ്രശ്നമുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ, ആസ്മ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രൊപ്രാനലോൾ കൊടുക്കില്ല. കാരണം പ്രൊപ്രാനലോൾ എന്താണ്? നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. പക്ഷെ മെറ്റോപ്രലോൾ നമ്മൾ എപ്പോഴും കാർഡിയോളജിയിൽ കാണുന്നുണ്ട്. മെറ്റലാർ എക്സൽ, മെറ്റലാർ എക്സ്ആർ എന്നൊക്കെ പറഞ്ഞിട്ട് മെറ്റോപ്രലോൾ കാർഡിയോളജിയിൽ വളരെ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. കാരണം ഇതെന്താണ്? ബീറ്റ 1 സെലക്റ്റീവ് ആണ്, ഹാർട്ടിൽ മാത്രമേ ആക്റ്റീവ് ചെയ്യുള്ളൂ, ലങ്സിലൊന്നും ആക്ഷൻ ഇല്ല. അപ്പൊ ആസ്മ അറ്റാക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. അപ്പൊ മെറ്റോപ്രലോളിൽ നമ്മൾ എന്താണെങ്കിൽ ബീറ്റ 1 സെലക്റ്റീവ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ. കാർഡിയോളജിയിൽ നമ്മൾ കണ്ടിട്ടില്ല, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെറ്റോപ്രലോളല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ് സർ. അപ്പോൾ മെറ്റോപ്രലോൾ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലെ? ഇതെപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ടോ? ബാക്കി കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സിന്റെ എക്സാമ്പിൾ ഒന്ന് പറയാമോ ആർക്കെങ്കിലും? വേറെ കുറച്ച് ഡ്രഗ്സും കൂടെ ഉണ്ട്, ഒന്ന് പറയാമോ? ഇത് അറ്റനലോൾ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. അറ്റനലോൾ, ബിസോപ്രലോൾ, എറ്റനലോൾ, ബിസോപ്രലോൾ, എസ്മോലോൾ, നെബുവലോൾ, ഏസ് ബ്യൂട്ടലോൾ. ലാബിറ്റലോൾ, ലബിറ്റലോൾ കാർഡിയോ സെലക്റ്റീവ് ആണോ? അല്ല, ആൽഫേനയും കൂടി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ടെൻഷന് വേണ്ടി മെയിൻ ആയിട്ട് ഉപയോഗിക്കും. അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചു. അപ്പൊ ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ്. എന്തിന്? ആൻജൈനയ്ക്ക് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് എന്ത്? നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലെ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡ്രഗ്സ് എന്തൊക്കെയാണ്? അടുത്ത ഡ്രഗിന്റെ പേരെന്താണ്? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് നമ്മൾ നേരത്തെ ഹൈപ്പർ ടെൻഷൻ പഠിച്ചപ്പോൾ 2 ക്ലാസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡൈഹൈഡ്രോപിരിഡിൻസും പിന്നെ നോൺ ഡൈഹൈഡ്രോപിരിഡിൻസും അല്ലേ? ഡൈഹൈഡ്രോപിരിഡിൻസ് പിന്നെ വരുന്നതാണ് നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ്. അപ്പൊ ഡൈഹൈഡ്രോപിരിഡിൻസിന്റെ ലാസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഡിപ്പീൻസ് ആയിരിക്കും അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് നമുക്കുള്ള ഡിപ്പീൻസ്? അമ്ലോഡിപ്പിൻ, നിഫിഡിപ്പിൻ എക്സെട്ര അല്ലെ? ഇനി നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് എന്തൊക്കെയാണ്? നമുക്ക് ആകെപ്പാട് 2 എണ്ണേ ഉള്ളൂ, വെരാപാപ്പിലും ഡിൽറ്റിയാസും. ഓക്കെ, അപ്പൊ ഈ കാൽഷ്യം ചാനൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേബിൾ ആൻജൈനയുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ബീറ്റ ബ്ലോക്കേഴ്സ്, ഡ്രഗ് ഓഫ് ചോയ്സ്. ഓക്കെ, നമുക്ക് പ്രിൻസ്മെറ്റൽ ആൻജൈന ഉള്ളത്. പ്രിൻസ്മെറ്റൽ ആൻജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാസോസ്പാസം വന്നിട്ടുള്ള ആൻജൈന, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് വാസോസ്പാസം വരുന്ന ആൻജൈന. പ്രിൻസ്മെറ്റൽ ആൻജൈനയ്ക്ക് ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. അതിൽ തന്നെ നമ്മൾ ഡൈഹൈഡ്രോപിരിഡിൻസ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറില്ല. കാരണം ഇത് ഒരു കൊറോണറി വാസോഡൈലേറ്റർ ആണ്. കൊറോണറി വെസലിനെ ഡൈലേറ്റ് ചെയ്യും. വാസോസ്പാസത്തിൽ എന്തുണ്ടാവും? കൊറോണറി വെസൽ കൺസ്ട്രിക്റ്റ് ആവും. അപ്പൊ അതിനെ ഡൈലേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് ഡൈഹൈഡ്രോപിരിഡിൻസ്. ഓക്കെ, അപ്പൊ ഇത് ഹാർട്ടിന്റെ ബ്ലഡ് വെസലിനെ ഡൈലേറ്റ് ചെയ്യും. ഇത് കൂടാതെ തന്നെ ഹാർട്ടിൽ നിന്ന് പോകുന്ന ബ്ലഡ് വെസലിനെ ഡൈലേറ്റ് ചെയ്യും. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് റിഫ്ലെക്സ് ടാക്കിക്കാർഡിയ. കാരണം ഇത് ബ്ലഡ് വെസലിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ബ്ലഡ് വെസൽ ഡൈലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹാർട്ട് വിചാരിക്കും ബ്ലഡ് കുറവാണ്, അതുകൊണ്ട് ഹാർട്ട് റേറ്റ് കൂട്ടാൻ നോക്കും. അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ടാക്കിക്കാർഡിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ റിഫ്ലെക്സ് ടാക്കിക്കാർഡിയ ഈ ഡൈഹൈഡ്രോപിരിഡിൻസിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അപ്പൊ ഈ റിഫ്ലെക്സ് ടാക്കിക്കാർഡിയ തടയാനായിട്ട് നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് കൂടി കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
ബീറ്റ ബ്ലോക്കേഴ്സ് എന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് കുറയ്ക്കും, റിഫ്ലെക്സ് ടാക്കിക്കാർഡിയനെ പ്രിവെന്റ് ചെയ്യും. അപ്പൊ നമ്മൾ കാണാറുള്ള ബീറ്റ ബ്ലോക്കേഴ്സും കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സും ഒരുമിച്ച് കാണുന്ന പേഷ്യൻസിന് മിക്കവാറും കൊടുത്തിട്ടുണ്ടാവുന്നത് ഡൈഹൈഡ്രോപിരിഡൻസ് ആയിരിക്കും. ക്ലിയർ ആണോ? യെസ് സർ. ഇനി നോൺ ഡൈഹൈഡ്രോപിരിഡൻസ് വെരപ്പമിനും ഡെൽറ്റിയാസും ഇതെങ്ങനെ ആക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഹാർട്ടിന്റെ SA നോഡിലുള്ള ഇവിടേക്കുള്ള കാൽഷ്യം എൻട്രിയാണ് കുറയ്ക്കുന്നത്, കാൽഷ്യം ചാനലിന്റെ എൻട്രിയാണ് കുറയ്ക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവും? ഇറ്റ് ഡിക്രീസസ് ഹാർട്ട് റേറ്റ് മെയിൻലി. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഒരു ബീറ്റ ബ്ലോക്കർ കൊടുത്താൽ എന്തുണ്ടാവും? വീണ്ടും ഹാർട്ട് റേറ്റ് കുറയും. അപ്പൊ ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ ഒരിക്കലും നോൺ ഡൈഹൈഡ്രോപിരിഡൻസിന്റെ കൂടെ കൊടുക്കരുത്. മനസ്സിലായോ? നോൺ ഡൈഹൈഡ്രോപിരിഡൻസും ബീറ്റ ബ്ലോക്കേഴ്സും കൊടുക്കാൻ പാടില്ല, കാരണം ഹാർട്ട് റേറ്റ് വളരെ കുറയ്ക്കും. ഈ വെറാപാമിനും ഡെൽറ്റിയാസും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ത് കണ്ടീഷനിലാണ്? എറിത്മിയയിലാണ് യൂസ് ചെയ്യുന്നത്. ഹാർട്ടിന്റെ റിഥത്തിന് പ്രശ്നമുള്ളപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻജൈനയായിട്ടും കൂടുതലും ഹാർട്ടിന്റെ റിഥത്തിന് പ്രശ്നമുള്ളപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഡൈഹൈഡ്രോപിരിഡൻസ് ആണ് ആൻജൈനയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? നമുക്ക് ഇത്രയും പറഞ്ഞാൽ ജസ്റ്റ് നമുക്കൊന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡ്രഗ്സും കൂടി പെട്ടെന്ന് പഠിക്കാം. അപ്പൊ നൈട്രേറ്റ്സ് എന്താ ചെയ്യുന്നത്? നൈട്രേറ്റ്സ് ഇറ്റ് ഇസ് എ നൈട്രിക് ഓക്സൈഡ് ഡോണർ. നൈട്രിക് ഓക്സൈഡിനെ റിലീസ് ചെയ്യും. ഇവിടെ നിന്നുണ്ടാവും CGMP കൂട്ടും. ഇത് കാരണം നമുക്ക് വാസോഡൈലറ്റേഷൻ ഉണ്ടാവും. ബീറ്റ ബ്ലോക്കേഴ്സ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ഹാർട്ട് റേറ്റ്, ഡിക്രീസ് BP. ഇത് കാരണം ഡിക്രീസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ, ഡിക്രീസ് ദ ലോഡ് ഓഫ് ദ ഹാർട്ട്. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡൈഹൈഡ്രോപിരിഡൻസും രണ്ടാമത്തത് നോൺ ഡൈഹൈഡ്രോപിരിഡൻസ്. ഡൈഹൈഡ്രോപിരിഡൻസ് എന്താണ്? കൊറോണറി ഡയലേറ്റർ ആണ്. അപ്പൊ ദിസ് ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ പ്രിൻസ് മെറ്റൽ ആൻജൈന. ബീറ്റ ബ്ലോക്കർ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് സ്റ്റേബിൾ ആൻജൈന. പിന്നെ നോൺ ഡൈഹൈഡ്രോപിരിഡൻസ് ഉണ്ട്. അവർ ബേസിക്കലി ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹാർട്ട് റേറ്റും കുറയ്ക്കും, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷനും കുറയ്ക്കും. ഇത് മെയിൻലി അരിത്മിയയിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നമുക്ക് നമ്മൾ ഇത്രയും പഠിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത ഡ്രഗ്സും കൂടി പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അടുത്തൊരു ഡ്രഗ് ഉണ്ട്, അതാണ് നിക്കോറാൻഡിൽ. നിക്കോറാൻഡിൽ എന്താ ചെയ്യുന്നത്? ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹാർട്ടിന്റെ മസിൽ ഉണ്ടല്ലോ, ഹാർട്ടിന്റെ മസിൽ എടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ കുറച്ച് പൊട്ടാസ്യം ചാനൽസ് ഓപ്പൺ ചെയ്യും. പൊട്ടാസ്യം ചാനൽ ഓപ്പണറാണ്. ഈ പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇഷ്കീമിയയുടെ ചാൻസസ് കുറയും. അതിന്റെ ഒരു മെക്കാനിസം വളരെ വാസ്റ്റ് ആയിട്ടുള്ള മെക്കാനിസം ആണ്. ഇതിനെയാണ് നമ്മൾ ഇഷ്കീമിക് പ്രീ കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒന്നുമില്ല, നിക്കോറാൻഡിൽ എന്ന് പറയുന്ന സാധനം പൊട്ടാസ്യം ചാനൽ ഓപ്പണറാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഈ മസിലിന്റെ മെംബ്രെയിനെ സ്റ്റെബിലൈസ് ചെയ്യും. അതുകൊണ്ട് ഇഷ്കീമിയ വരാനുള്ള ചാൻസസിനെ കുറയ്ക്കുന്നു. അപ്പൊ നിക്കോറാൻഡിലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ഇറ്റ് ഇസ് ബേസിക്കലി എ പൊട്ടാസ്യം ചാനൽ ഓപ്പണർ. ഓക്കെ, ഇനി ഒരു 2-3 ഡ്രഗ്സും കൂടെ ഉണ്ട്. അതില് ഒരു ഡ്രഗാണ് ഡൈപിരിഡമോൺ. ഇത് പഠിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഡൈപെരിഡമോൺ. ഈ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര അത്ഭുതകരമായി കണ്ടുപിടിച്ചൊരു ഡ്രഗാണ്. കാരണം ഇത് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇത് ഹാർട്ടിന്റെ മസിൽ എടുത്തു വന്നിരിക്കുക. ഹാർട്ടിന്റെ മസിൽ എടുക്കുമ്പോൾ നമ്മൾ യൂഷ്വലി ആദ്യം ഇനീഷ്യൽ ട്രയൽ നടത്തിയപ്പോൾ ഈ ബ്ലഡ് എത്താത്തോടത്ത് സ്ഥലത്ത് ഇത് എന്ത് ചെയ്യുന്നു? കൊറോണറി ഡയലേറ്റർ ആയിരുന്നു. കൊറോണറി വെസലിന്റെ ഡയലേറ്റർ ആയിരുന്നു. പക്ഷെ ഇത് നമ്മൾ ക്ലിനിക്കൽ ട്രയൽസിൽ യൂസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയൊരു സംഭവമാണ്. ഇത് പറയുകയാണെങ്കിൽ ഇത് ഹാർട്ടിന്റെ മസിലാണ്. ഓക്കെ, ഇത് ഹാർട്ടിന്റെ മസിലാണ്. ഓക്കെ,
അപ്പൊ നമുക്ക് രണ്ട് ആർട്ടറി സപ്ലൈ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഹാർട്ടിന്റെ ഒരു ഭാഗം, ഹാർട്ടിന്റെ വേറെ. ഇവിടെ നമുക്ക് ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ബ്ലോക്ക് ഇല്ല. നമ്മൾ ഈ ഡൈപെരിഡബോൾ എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കുമ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഈ ഭാഗം ഒന്ന് ഈ പ്ലാക്ക് ഉള്ള ഭാഗം ഡൈലേറ്റ് ചെയ്യുവാണെങ്കിൽ ബ്ലഡ് കൂടുതൽ പോകും. പക്ഷെ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭാഗം ഉണ്ടല്ലോ, ഫ്രീ ആയിട്ടുള്ള ഭാഗം, ഇവിടെ ഡൈലേറ്റ് ചെയ്യും, ഇവിടെ വലുതാക്കും. ഇവിടെ വലുതാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആകപ്പാട് വരുന്ന ബ്ലഡ് മിക്കതും നല്ല സ്ഥലത്തേക്ക് പോകും. ഈ ബ്ലോക്കുള്ള സ്ഥലത്തേക്ക് ബ്ലഡ് പോവില്ല. അപ്പൊ എന്തുണ്ടാവും? ഈ ബ്ലോക്കുള്ള സ്ഥലത്തെ മസിൽ ഡാമേജ് ആവും. കാരണം ബ്ലഡ് സപ്ലൈ ഇവിടുത്തെ വീണ്ടും കുറയും, ഡിക്രീസ് ബ്ലഡ് സപ്ലൈ. മനസ്സിലായോ? ഇതിനെയാണ് കൊറോണറി സ്റ്റീൽ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. കൊറോണറി സ്റ്റീൽ സിൻഡ്രോം. അതായത് ഇഷ്കീമിക് ഏരിയ ഉണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉള്ള ഒരു ഏരിയ ഉണ്ട്, ഇത് ബ്ലോക്ക് ഇല്ലാത്ത ഏരിയ. ഇത് ഹാർട്ടിന് ബ്ലോക്ക് ഉള്ള ഏരിയ, കേട്ടോ? ബ്ലോക്ക് ഉള്ള ഏരിയ. നമുക്ക് ഇവിടെ നിന്ന് ബ്ലഡ് വരുന്നത് കോൺസ്റ്റന്റ് ആയിട്ടാണ് ബ്ലഡ് വരുന്നത്. യൂഷ്വലി നമുക്ക് എപ്പോഴാണ് യൂസ് കിട്ടുക? ഈ ഭാഗം, ഈ ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് ഇവിടെ ഡൈലേറ്റ് ചെയ്താണ് നമുക്ക് യൂസ് ഉണ്ടാവും. പക്ഷെ ഈ ഡ്രഗ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ഇവിടെയാണ് ഡൈലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ബ്ലഡും ഇതിൽ കൂടെ പോകും, ഹെൽത്തി പാർട്ടിലേക്ക് ബ്ലഡ് പോകും. പ്രശ്നമുള്ള ഭാഗത്തേക്ക് ബ്ലഡ് കിട്ടില്ല. അപ്പൊ ഇവിടുത്തെ മസിൽ ഡെഡ് ആയി പോകും. ഇതിനെയാണ് കൊറോണറി സ്റ്റീൽ ഫിനോമിന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഡ്രഗ് ഇപ്പൊ ബാൻഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ, ഈ കൊറോണറി സ്റ്റീൽ ഫിനോമിനയുടെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫിനോമിന ഉണ്ട്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. നമ്മളിപ്പോൾ നൈട്രേറ്റ്സ് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നൈട്രേറ്റ്സ് എന്താണെന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ഉണ്ട്, ഈ ബ്ലോക്ക് ഉള്ള ഭാഗത്തിന് ഡൈലേറ്റ് ചെയ്യും. അതായത് ഈ നല്ല സ്ഥലത്തെ ബ്ലഡിനൊക്കെ എടുത്തിട്ട് ബ്ലോക്ക് ഉള്ള സ്ഥലത്തേക്ക് കൊടുക്കും. ഇതിനെയാണ് നൈട്രേറ്റ്സ് എന്താ ചെയ്യുന്നത്? നൈട്രേറ്റ്സ് ബ്ലോക്ക് ഉള്ളിടത്തേക്ക് കൂടുതൽ ബ്ലഡിനെ വലിച്ചെടുക്കും. അപ്പൊ അതിനെയാണ് റോബിൻ ഹുഡ് ഫിനോമിന എന്ന് വിളിക്കുക. റോബിൻ ഹുഡ് ഫിനോമിന. അതായത് ഉള്ള ആൾക്കാരുടെ നിന്ന് ഇല്ലാത്തടത്തേക്ക് കൊടുക്കും. അതാണ് റോബിൻ ഹുഡ്. പക്ഷെ ഡൈപെരിഡബോൾ എന്താ ചെയ്യുക? ഉള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇല്ലാത്ത സ്ഥലം ഡെഡ് ആയി പോകും. ഇപ്പൊ റോബിൻ ഹുഡ് ഫിനോമിനന്റെ ഓപ്പോസിറ്റ് ആണ് കൊറോണറി സ്റ്റീൽ ഫിനോമിന. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, ഇനി നമുക്ക് ഒരു 2-3 ന്യൂലി കണ്ടുപിടിച്ച ഡ്രഗ്സിന്റെ മെക്കാനിസം പഠിക്കാനും കൂടെ ഉണ്ട്, കേട്ടോ? അതിൽ ഇനി വരുന്ന ഒരു ഡ്രഗ് ആണ് റനോലാസിൻ. റനോലാസിൻ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഹാർട്ടിന്റെ മസിൽ എടുക്കുകയെന്നിരിക്കും. ഹാർട്ടിന്റെ മസിലിന് ഇവിടെ ഒരു പമ്പ് ഉണ്ട്. ഇതിനെയാണ് സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ എന്ന് വിളിക്കുക. സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ. ഇത് സോഡിയം പുറത്തു പോകുമ്പോൾ കാൽഷ്യം ഉള്ളിലേക്ക് കയറും. മനസ്സിലാവുണ്ടോ? സോഡിയം പുറത്തേക്ക് പോകുമ്പോൾ കാൽഷ്യം ഉള്ളിലേക്ക് കയറും. ഇതിനെയാണ് ലേറ്റ് സോഡിയം ചാനൽസ് എന്ന് വിളിക്കുക. ഈ സോഡിയം ചാനൽസിന് എന്താ വിളിക്കുക? ലേറ്റ് സോഡിയം ചാനൽസ്. ഈ ലേറ്റ് സോഡിയം ചാനൽസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് റനോലാസിൻ. ഈ ലേറ്റ് സോഡിയം ചാനൽസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഈ കാൽഷ്യത്തിന്റെ എൻട്രി കുറയും. കാൽഷ്യം വേണം, മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ കാൽഷ്യം വേണം. ഈ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് മസിൽ കൺട്രാക്ഷൻ, ഡിക്രീസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് റനോലാസിൻ. ഈ റനോലാസിനെ പറ്റിയിട്ട് കൂടുതൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഫസ്റ്റ് ലൈൻ ഡ്രഗായി മാറിയിരിക്കുന്നു. ഫസ്റ്റ് ലൈൻ ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നു. അതായത് നൈട്രേറ്റ്സിന്റെ അത്ര തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗായിട്ട് മാറിയിരിക്കുന്നു. കാരണം ഇതിന് കുറച്ചും കൂടി മെക്കാനിസം ഉണ്ട്. ഒന്ന് ലേറ്റ് സോഡിയം. ഫസ്റ്റ് മെക്കാനിസം എന്താണ്? ഫസ്റ്റ് മെക്കാനിസം ലേറ്റ് സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്യുന്നു. സെക്കൻഡ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർഷ്യൽ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഇൻഹിബിറ്റർ ആണ്. പിഫോക്സ് എന്ന് പറയും, പിഫോക്സ് ഇൻഹിബിറ്റർ. ഇതിൽ പഠിക്കാനുള്ള കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. ഈ പിഫോക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് യൂഷ്വലി നമ്മുടെ നമ്മളിപ്പോ ഈ ബോഡിയില് നമ്മളിപ്പോ ഫാറ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എനർജി കിട്ടും. ഫാറ്റ് ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ ഹൈ എനർജി വേണം. ഗ്ലൂക്കോസ് ആണ് നമ്മൾ എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ ലെസ് എനർജി നമുക്ക് ആവശ്യമുള്ളൂ.
അപ്പോൾ എപ്പോഴും ഈ ഡാമേജ് ആയിട്ടുള്ള ഹാർട്ടിൽ ഫാറ്റി ആസിഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഫാറ്റി ആസിഡ് ഓക്സിഡേഷനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഒരു ചോയ്സേ ഉള്ളൂ, ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യും. അപ്പൊ ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലെസ് എനർജിയുടെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഹാർട്ട് എനർജി യൂസ് ചെയ്യുന്നത് കുറയും. മനസ്സിലായോ? ഇപ്പൊ രണ്ട് മെക്കാനിസം ഉണ്ട്. ഒന്നാണ് ഫസ്റ്റ് ആണ് ലേറ്റ് സോഡിയം ചാനൽസിനെ ഇൻഹിബിറ്റ് ചെയ്യുക. സെക്കൻഡ് മെക്കാനിസം ആണ് PFOX ഇൻഹിബിഷൻ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. സാറിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ തോന്നുന്നു. ഹലോ, ഹലോ ഓക്കെ. കണക്ഷൻ ഒന്ന് ലോസ്റ്റ് ആയി പോയേ, ഒന്നുകൂടി ഷെയർ അടിക്കാം. ഷെയറിങ് വരുന്നില്ല, സാറിനോടൊന്ന് പറയട്ടെ. ഒരു 2 minutes ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ. കഴിഞ്ഞു, ഓൾമോസ്റ്റ് ലെക്ചർ കഴിഞ്ഞു. കുറച്ച് ഇഷ്യൂസ് ഒന്ന് നെറ്റ്വർക്കിൽ വന്നേ. സിനി സാർ ഒന്ന് എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കിക്കോട്ടെ, എന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? റെനോലസിനെ പറ്റി മനസ്സിലായോ? ഇതൊരു പുതിയൊരു ഡ്രഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ 2-3 വട്ടം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മെക്കാനിസം മനസ്സിലായോ? ഹലോ, സെക്കൻഡ് മെക്കാനിസം ഒന്നുകൂടെ പറയാം സർ. മനസ്സിലായി. ഓക്കെ. സെക്കൻഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോ ബോഡിയിൽ, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫാറ്റ് നമ്മൾ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ 9 കലോറി വേണം. ഓക്കെ. പക്ഷെ ഗ്ലൂക്കോസ് നമ്മൾ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ 4 കലോറി വേണം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ റെനോലസിന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഉണ്ടല്ലോ, ഫാറ്റി ആസിഡ് ഓക്സിഡേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പൊ ശരീരത്തിന്, നമ്മുടെ ഹാർട്ടിന് ഈ ഫാറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫാറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി പോകും. അപ്പൊ എന്ത് ചെയ്യും? ഹാർട്ട് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ മാത്രമേ യൂസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? എനർജി കൺസർവ് ആയില്ലേ? 5 കലോറി വെച്ച് കൺസർവ് ആയില്ലേ? അപ്പൊ എനർജി ഹാർട്ട് കൺസർവ് ചെയ്തു. മനസ്സിലായി? ഇപ്പൊ ഹാർട്ടിന്റെ വർക്ക് ലോഡ് കുറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ ഈ ഒരു മെക്കാനിസത്തിൽ ഹാർട്ട് റേറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? BP ക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ ഈ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ?
ഹലോ. മസിൽ കൺട്രാക്ഷൻ കുറയുന്നുണ്ടല്ലോ, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ആ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറച്ചേ കുറയുന്നുള്ളൂ, വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയുന്നില്ല. കാരണം കാൽഷ്യം ഓവർലോഡ് ഉണ്ടാവും ഈ MI വന്ന ഹാർട്ടിൽ അല്ലെങ്കിൽ ആൻജൈനുള്ള ആളുകൾക്ക് കാൽഷ്യം കൂടുതലായിരിക്കും. ഈ കാൽഷ്യത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചെറുതായിട്ടേ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറയ്ക്കുകയുള്ളൂ. ഈ ഒരു ഡ്രഗിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് BP കുറയ്ക്കില്ല, ഹാർട്ട് റേറ്റും കുറയ്ക്കില്ല. ഒരു നല്ലൊരു കാര്യമല്ലേ? നമ്മൾ നൈട്രേറ്റ്സ് കൊടുക്കുന്ന മാതിരി BP നോക്കണ്ട, ഹാർട്ട് റേറ്റ് നോക്കണ്ട, അതൊന്നും നോക്കാണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് റെനോലസിൻ. ഈ രണ്ടാമത്തെ മെക്കാനിസം മനസ്സിലായോ? മനസ്സിലായി സർ. യെസ് സർ. ഗ്ലൂക്കോസ് പിന്നെ ലാസ്റ്റ് റെനോലസിൻ ആന്റി ആൻജിനൽ ഗ്രൂപ്പ് തന്നെയല്ലേ വരുന്നത്? അതെ, ആന്റി ആൻജിനൽ ഡ്രഗാണ്. കാരണം ഹാർട്ടിന്റെ എന്താണ്, ഹാർട്ടിലത്തെ കാൽഷ്യം കുറച്ചു, ഭയങ്കരമായിട്ട് കുറച്ചു, എക്സസ് ഓവർലോഡുള്ള കാൽഷ്യം കുറച്ചു. ഈ ഫാറ്റി മെറ്റബോളിസം മാറ്റിയിട്ട് ഗ്ലൂക്കോസ് മെറ്റബോളിസം, അപ്പോൾ ഹാർട്ടിന്റെ കുറേ എനർജി സേവ് ചെയ്യാൻ പറ്റി. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് ഹാർട്ടിന്റെ എനർജി സേവിങ് ആണ്. ഓക്കെ. ഇനി ലാസ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു ഡ്രഗാണ് ഐവോബ്രാഡിൻ. ഇത് എൻട്രൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഡ്രഗാണ് ഐവോബ്രാഡിൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്യുവർ ഹാർട്ട് റേറ്റ് റെഡ്യൂസിങ് ഏജന്റ്. നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് നമുക്ക് ഹാർട്ട് റേറ്റ് മാത്രമായിട്ട് കുറയ്ക്കാൻ പറ്റുക? അപ്പൊ നമ്മൾ പഠിക്കാം, ഹാർട്ടിന്റെ ഉള്ളിൽ നമുക്ക് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്നതാണ് SA നോഡ്. SA നോഡാണ് നമ്മുടെ പേസ് മേക്കർ അല്ലെ? പേസ് മേക്കർ സെൽ. ഇതാണ് ഹാർട്ട് റേറ്റ് എത്ര രീതിയിൽ അടിക്കണം എന്നുള്ളത് ഇമ്പൾസ് ഉണ്ടാക്കുന്നത്. ഈ SA നോഡിന്റെ ഉള്ളിൽ ഒരു F ചാനൽ ഉണ്ട്. F ചാനലിനെ വിളിക്കുന്നതാണ് ഫണ്ണി ചാനൽ. കാരണം ഇതൊരു ഫണ്ണി കറണ്ട് ആണ് ഉണ്ടാക്കുന്നത്. അതിനാണ് ഫണ്ണി ചാനൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഫണ്ണി കറണ്ട് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഐവോബ്രാഡിൻ എന്താ ചെയ്യുക? ഈ ഫണ്ണി ചാനൽ അല്ലെങ്കിൽ ഫണ്ണി കറണ്ട് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ഇറ്റ് ഈസ് SA നോഡിന്റെ ഉള്ളിലത്തെ ഫണ്ണി ചാനൽ ഇൻഹിബിറ്റർ. അപ്പൊ SA നോഡ് എന്താ ചെയ്യുന്ന? ഹാർട്ട് റേറ്റ് ഉണ്ടാക്കുന്ന ആളല്ലേ? അപ്പൊ ജസ്റ്റ് ഹാർട്ട് റേറ്റ് മാത്രമേ കുറയ്ക്കുള്ളൂ, നോ ചേഞ്ച് ഇൻ BP. മനസ്സിലായോ? നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇപ്പൊ പഠിച്ചത് നമ്മളിപ്പോ നൈട്രേറ്റ്സ് സമ്മറൈസ് ചെയ്തു, ബീറ്റാ ബ്ലോക്കേഴ്സ് സമ്മറൈസ് ചെയ്തു, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് സമ്മറൈസ് ചെയ്തു. ഇനി പറയുന്ന സംഭവം എന്തായിരുന്നു? നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നിക്കോറാൻഡിൽ. നിക്കോറാൻഡിലിന്റെ മെക്കാനിസം എന്ന് പറയാമോ ആരെങ്കിലും? പൊട്ടാസ്യം ചാനൽ. ഓക്കെ, പൊട്ടാസ്യം ചാനൽ ഓപ്പണറാണ്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് ഡ്രഗ് എന്തായിരുന്നു? അതൊരു ബാൻ ചെയ്ത ഡ്രഗ് ആണ്. പക്ഷെ അത് എക്സാമിന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ടൈപ്പിരിഡമോൾ എന്താ ചെയ്യുന്നത്? കൊറോണറി സ്റ്റീൽ സിൻഡ്രോം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് അത് ബാൻ ചെയ്തത്, സ്റ്റീൽ സിൻഡ്രോം. ഓക്കെ. പിന്നെ അടുത്ത ഡ്രഗ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? റാനോലാസിൻ എന്തൊക്കെ ചെയ്യാം? മെക്കാനിസം എന്ന് പറയാമോ? Late sodium channel inhibits. വെരി ഗുഡ്. ലേറ്റ് സോഡിയം ചാനലിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കാൽഷ്യം ഓവർലോഡ് കുറയ്ക്കുന്നു. ഇത് കാരണം എന്തുണ്ടോ? പിന്നെ ഒരു മെക്കാനിസം കൂടെ ഉണ്ടല്ലോ. ഇറ്റ് ഈസ് എ പാർഷ്യൽ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഇൻഹിബിറ്റർ. പിന്നെ ലാസ്റ്റ് ഒരു ഡ്രഗ് പഠിച്ചില്ല. അപ്പൊ ഇതിന്റെ ഹാർട്ട് റേറ്റിനും വ്യത്യാസം വരില്ല, ബിപിക്കും BPക്കും വ്യത്യാസം വരില്ല. ഇത് റീസെന്റ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് അംഗീകരിച്ച ഡ്രഗാണ്. ഓക്കെ. പിന്നെ ഇനി പഠിച്ചിട്ട് ലാസ്റ്റ് ഡ്രഗ് എന്തായിരുന്നു? ഐവോബ്രാഡിൻ. ഇറ്റ് ഈസ് എ പ്യുവർ ഹാർട്ട് റേറ്റ് ലോവറിംഗ് ഏജന്റ്. മെക്കാനിസം എന്താണ്? ഫണ്ണി ചാനൽ ഇൻഹിബിറ്റർ. ഓക്കെ. അപ്പൊ അത് BPക്ക് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ഇനി ഒരു ഡ്രഗും കൂടി ഉണ്ട് വിട്ടുപോയത് പറയാനായിട്ട്. അതിന്റെ പേരാണ് ട്രൈമെറ്റാസിഡിൻ.
ഇതിന്റെ മെയിൻ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർഷ്യൽ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഇൻഹിബിറ്റർ ആണ്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ട്രൈ മെറ്റാസിഡിൻ. നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ എല്ലാ ആന്റി എൻജൈനൽ ഡ്രഗ്സും പഠിച്ചു. നൈട്രേറ്റ്സ് പഠിച്ചു, ബീറ്റ ബ്ലോക്കേഴ്സ് പഠിച്ചു, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് പഠിച്ചു, നിക്കോറാൻഡിൽ പഠിച്ചു, ഡൈപെരൻഡമോൾ പഠിച്ചു, റെനോലസിൻ പഠിച്ചു, ഐവോബ്രാഡിൻ പഠിച്ചു, ട്രൈമെറ്റാസിഡിൻ പഠിച്ചു. അല്ലേ? ഇനി ഒരു കാര്യം ചോദിച്ചോക്കട്ടെ, നൈട്രേറ്റ്സിന്റെ വേറൊരു യൂസ് എന്താ? ഇത് കൂടാതെ തന്നെ ആൻജൈനയ്ക്ക് അല്ലാണ്ട് വേറൊരു യൂസ് എന്താ? എന്തെങ്കിലും പോയിസണിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും? സൈനൈഡ് പോയിസണിങ്ങിന്റെ ഡ്രഗ് എന്താണ്? സൈനൈഡ് പോയിസണിങ്ങിന് കൊടുക്കുന്ന ഡ്രഗ് എന്താണ്? നൈട്രേറ്റ്സ് അല്ലേ? ആന്റിജൻ. ഓക്കെ. അപ്പോൾ നമുക്ക് യൂഷ്വലി നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലെ? ഇപ്പൊ സൈനൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിസം നിൽക്കും. സൈനൈഡ് കാരണം ഡെത്ത് ഉണ്ടാവും അല്ലെ? യൂഷ്വലി നമ്മുടെ ഓക്സിഡേഷൻ മെറ്റബോളിസം നിർത്തിയിട്ട് പേഷ്യന്റ് ഡെത്ത് ആവും. അപ്പൊ സൈനൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയണമെങ്കിൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് എന്താക്കണം? മെത്ത് ഹീമോഗ്ലോബിൻ ആക്കണം. ഹീമോഗ്ലോബിൻ എന്താക്കണം? മെത്ത് ഹീമോഗ്ലോബിൻ ആക്കണം. ഓക്കെ. മെത്ത് ഹീമോഗ്ലോബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്ത് ഹീമോഗ്ലോബിൻ സൈനൈഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ബൈൻഡ് ചെയ്യും. അതായത് ഇത് ടോക്സിസിറ്റി ഉണ്ടാക്കുന്നതിന് കാരണം സൈനൈഡ് പോയിട്ട് മെത്ത് ഹീമോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ കാണിച്ചു. ഓക്കെ. ഹീമോഗ്ലോബിൻ മെത്ത് ഹീമോഗ്ലോബിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സൈനൈഡ് ആയിട്ട് ബൈൻഡ് ചെയ്യും. മെത്ത് ഹീമോഗ്ലോബിന് ഹൈ അഫിനിറ്റി ആണ്. മെത്ത് ഹീമോഗ്ലോബിൻ ഹാസ് ഹൈ അഫിനിറ്റി ടു സൈനൈഡ്. അപ്പൊ സൈനൈഡ് സൈറ്റോക്രോം ഓക്സിഡേസ്, സൈനൈഡിന്റെ സൈഡ് എഫക്റ്റ് ആണ്. സൈറ്റോമോ ഓക്സിഡേസിന് ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഡെത്ത് ഉണ്ടാവും. അപ്പോൾ സൈനൈഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് സൈനൈഡിനെ മെത്ത് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യാൻ, മെത്ത് ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ സൈനൈഡ് മെത്ത് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഹീമോഗ്ലോബിനെ നമ്മൾ മെത്ത് ഹീമോഗ്ലോബിൻ ആക്കാൻ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ മെത്ത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ മെത്ത് ഹീമോഗ്ലോബിൻ സൈനൈഡ് ആയിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ടാവും. പിന്നെ അത് ആ കോംപ്ലക്സിനെ വിളിക്കുന്നതാണ് സയൻ മെത്ത് ഹീമോഗ്ലോബിൻ. മനസ്സിലായോ? ഇനി ഇതിന് ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് യൂറിനെ കൂടെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ IV ഡ്രഗ് ആയിട്ടുള്ള സോഡിയം തയോസൾഫേറ്റ് എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കുന്നു. അതുകൊണ്ട് അത് യൂറിനെ കൂടെ പോകുന്നു. ഇതാണ് സൈനൈഡ് പോയിസണിങ്ങിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യണം? ഹീമോഗ്ലോബിനെ മെത്ത് ഹീമോഗ്ലോബിൻ ആക്കണം. അതിന് കൊടുക്കുന്ന ഡ്രഗാണ് സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെത്ത് ഹീമോഗ്ലോബിൻ ആയി. അപ്പൊ മെത്ത് ഹീമോഗ്ലോബിൻ സൈനൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് സയൻ മെത്ത് ഹീമോഗ്ലോബിൻ ആവും. അപ്പൊ സയൻ മെത്ത് ഹീമോഗ്ലോബിനെ എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട്, യൂറിനെ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ IV സോഡിയം തയോസൾഫേറ്റ് കൊടുക്കും. ഇത്രയും മനസ്സിലായില്ലേ? അപ്പോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സർ എനിക്കൊരു ഡൗട്ട് ഉണ്ടേ. പറഞ്ഞോളൂ. ഈ നൈട്രേറ്റ് പേഷ്യൻസിന് കൊടുക്കുമ്പോൾ സാർ പറഞ്ഞില്ലേ, ഇപ്പൊ ഹാർട്ട് റേറ്റ് 100ന് കൂടുതലാണെങ്കിൽ കൊടുക്കാൻ പാടില്ല, കുറവാണ് 60ക്ക് കുറവാണെങ്കിൽ കൊടുക്കാൻ പാടില്ല, പിന്നെ സിസ്റ്റോളിക് 90ക്ക് കുറവാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ കണ്ടിന്യൂസ് ഒരാൾ കഴിക്കുന്ന ആളാണ്, പക്ഷെ അവർക്ക് ഇതുപോലെ അന്നത്തെ ദിവസം ഹാർട്ട് റേറ്റ് കുറവാണ്, 50 ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കാതെ ഇരിക്കണോ അല്ല ഡോസ് കുറയ്ക്കണോ? ഓക്കെ. അന്നത്തെ ദിവസം ഇപ്പൊ ഡെയിലി മോണിറ്ററിംഗ് നടക്കുവാണല്ലേ? ഇപ്പം നമ്മൾ 8ഉം 2 മണിക്ക് പേഷ്യന്റ് കൊടുക്കുന്നതാണ്, പക്ഷെ പേഷ്യന്റ് ഹാർട്ട് റേറ്റ് ഇപ്പൊ കുറവായിട്ട് നമുക്ക് കാണുന്നു. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യണോ അല്ല കണ്ടിന്യൂ ചെയ്യണോ? നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഹാർട്ട് റേറ്റ് 50ക്ക് താഴെ പോയി കഴിഞ്ഞാൽ അത് ഒരു നമ്മളിപ്പോ എമർജൻസി ബ്രാഡികാർഡിയ മാതിരി എടുക്കുന്നുണ്ടാവും അല്ലെ? ഇപ്പൊ പേഷ്യന്റ് ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹാർട്ട് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ IP ഇൻ പേഷ്യന്റ് ആണ് നമ്മൾ മോണിറ്റർ ചെയ്ത് കൊടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ വിളിക്കും പെട്ടെന്ന് കുറയുകയാണെങ്കിൽ അല്ലെ? 50ക്ക് താഴെ പോയി കഴിഞ്ഞാൽ. ഓൾഡ് ഏജ് പേഷ്യൻസിന് 50 വരെ നോക്കാം. യൂഷ്വലി 60ക്ക് താഴെയാണ് ബ്രാഡികാർഡിയ എന്ന് വിളിക്കുക. പക്ഷെ ഓൾഡ് ഏജ് ആയിട്ടുള്ള പേഷ്യൻസിന് 50ക്ക് താഴെ പോയാൽ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ വിളിക്കും.
അപ്പൊ ആ. നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺകോമ്പനന്റ് ആയിട്ട് എന്തെങ്കിലും ബീറ്റ ബ്ലോക്കേഴ്സ് എന്തെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം നമുക്ക് ഓക്കെ. നൈട്രേറ്റ്സ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ആ. നൈട്രേറ്റ്സ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ കാർഡിയോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ വേണം. അപ്പോൾ ഒപ്പീനിയൻ. ഈ സമയത്ത് നമ്മൾ പേഷ്യന്റ് നോക്കണം. പേഷ്യന്റ് നോക്കിയിട്ട് പേഷ്യന്റ് കൺകോമ്പനന്റ് ആയിട്ട് എന്തൊക്കെ മെഡിക്കേഷൻ പോകണം. ഇപ്പൊ നമ്മൾ 8 മണിക്ക് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ വൈകിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ആ പക്ഷെ നമ്മൾ സ്കിപ്പ് ആ സമയത്ത് ആ സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കാർഡിയോളജിസ്റ്റിനോട് ചോദിക്കണം. വിളിച്ചു ചോദിക്കണം. ഓക്കെ. ഉം. ഓക്കെ താങ്ക് യു സർ. ഓക്കെ. ഓക്കെ ആണോ? അതെ സർ. ഓക്കെ. ഓക്കെ ആണ് സർ. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ. Okay, sir. ഓക്കെ സർ. ഓക്കെ സർ. താങ്ക് യു സർ.